ഹലോ ഗൈസ്, നമ്മൾ ഇന്നോട്ട് കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് എവരി വൺ ലവ്സ് മീ. ഈ ഡ്രാമ നമ്മൾ മുമ്പ് കണ്ട പോലെ ഫാളിംഗ് ഇൻ സ്മൈലിനെ പോലെ തന്നെ ഗെയിമിനെ ബന്ധപ്പെടുത്തിയ ഒരു ഡ്രാമയാണ്. പോരാതെ ഇതിലെ ഹീറോയെ നമുക്ക് എല്ലാവർക്കും അറിയാം, പുട്ട് യുവർ ഹെഡ് ഓൺ മൈ ഷോൾഡറിലെ ഹീറോയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാർ റേസിംഗിന്റെ ഗെയിമാണ് കാണിക്കുന്നത്. ഈ ഗെയിം റെഡിയാക്കിയത് തന്നെ നമ്മുടെ ഹീറോ ഗൂഷൻ ആണ്. അങ്ങനെ ഇവൻ ഉണ്ടാക്കിയ ഗെയിം കളിച്ചു വെക്കാൻ വേണ്ടി കുറെ ഗെയിമേഴ്സ് ഒക്കെ അവിടെ വന്ന് കാണും. അതിലൊരാളാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോയിൻ ചീലിംഗ്. അവൾക്കും ഗെയിം എന്ന് പറഞ്ഞ ജീവന. അങ്ങനെ അവള് ഹീറോയുടെ പുതിയ റേസിംഗ് ഗെയിം കളിച്ചു വെക്കുമ്പോഴാണ് അതേസമയം അവിടെ വന്നേക്കുന്ന എല്ലാ ഗെയിമേഴ്സിന്റെ മാച്ച് ഗൂഷൻ അവന്റെ കൂട്ടുകാരന്മാരായിട്ട് ലൈവിൽ കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവന്മാരെല്ലാരും കൂടെ ഈ ഗെയിമിൽ ആരായിരിക്കും ജയിക്കും പറഞ്ഞ് എക്സൈറ്റ് ആയിരിക്കും. കാരണം ഇന്നാണ് ഈ ഗെയിം റിലീസ് ചെയ്തത്. അപ്പോഴാണ് ഇവരെല്ലാം നോക്കുമ്പോൾ ഒരു കാർ മാത്രം റേസിംഗ് നടക്കുന്ന സ്ഥലത്തോട്ട് പോവാതെ സൈഡിലുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഇത് കണ്ട് ഇവന്മാരൊക്കെ ആ വഴി പോയാൽ ജയിക്കാൻ പറ്റുമെന്ന് ഇവനോട് ചോദിക്കുമ്പോഴാണ് അവൻ അത് കണ്ട് ചിരിച്ചിട്ട് അവൾക്ക് കുറച്ചു ദൂരം പോകുമ്പോഴേ അറിയത്തുള്ളൂ അവൾ വന്നേക്കുന്ന വഴി കറക്റ്റ് ആണ് തെറ്റാണെന്ന്. അങ്ങനെ ഇവനും പറയുമ്പോൾ തന്നെ ആ ഷോർട്ട് കട്ട് വഴി പോയ കാർ ആരുടെയാന്ന് കാണിക്കുന്നത് അത് ഹീറോയിന്റെ. അങ്ങനെ അവൾ അതുവഴി പെട്ടെന്ന് പോയി ജയിക്കാൻ നോക്കുമ്പോഴാണ് ഫ്രണ്ട് റോഡ് കാണത്തില്ല, അവിടെ ഫുള്ള് മണ്ണിടിഞ്ഞ് കിടക്കുക. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ഗൂവും അവള് ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് തെറ്റാന്ന് ഇപ്പൊ മനസ്സിലായി കാണുന്ന പുച്ഛിച്ച് പറയുമ്പോഴാണ് പെട്ടെന്ന് ഇവരാരും പ്രതീക്ഷിക്കാത്ത പോലെ അവൾ റോഡില്ലെങ്കിൽ സ്വന്തമായിട്ട് റോഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് സ്പീഡിൽ ചെന്ന് ആ മണ്ണിടിച്ച് കളയും. അതോടെ അവള് പെട്ടെന്ന് വിന്നിംഗ് പോയിന്റിലേക്ക് വരും. അങ്ങനെ അവളെ കൊണ്ട് ഇതെങ്ങനെ പറ്റിയെന്ന് പറഞ്ഞ് ഇവെല്ലാം ഷോക്കായിരിക്കുമ്പോഴാണ് എല്ലാവർക്കും മുമ്പേ തന്നെ ചീലിംഗ് ആദ്യം പോയി അവൾ ആ മാച്ച് ജയിക്കും. അപ്പോഴാണ് അവനെ സന്തോഷത്തി ഇങ്ങനെയൊക്കെ അവന്റെ ഗെയിമിൽ ജയിക്കാമെന്ന് അവൻ തന്നെ സർപ്രൈസ് ആയി പോകും. അപ്പോഴാണ് അവൾ ആ ഗെയിം കളിച്ചു നോക്കിയിട്ട് ഈ കിടിലൻ ഗെയിം മിക്കവാറും ഗൂ ആയിരിക്കും റെഡിയാക്കിയെന്ന് അവൾ ആലോചിച്ചോണ്ടിരിക്കും. ഇവ രണ്ടുപേരും തമ്മിൽ പരിചയമില്ല, പക്ഷെ ഇവള് ഗൂവിന്റെ കട്ട ഫാനാണ്. കാരണം ഗെയിമേഴ്സിലും അവനാണ് ടോപ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ഗെയിം കളിച്ച് എല്ലാവരും റിസൾട്ട് വരുമ്പോഴാണ് അതിനകത്ത് ചീലിംഗ് 34ാമത്തെ സ്ഥാനത്ത് വന്നേക്കും. പക്ഷെ അവള് ഗെയിമിനകത്ത് പേര് കൊടുത്തേക്കുന്നത് ഡഫ്റ്റിഫ്റ്റ് എന്നാ. അപ്പോഴാണ് ഈ പേര് കണ്ടിട്ട് അവനും ഡഫ്റ്റിഫ്റ്റോ അവൾ ഇവിടെ കളിക്കാൻ വന്നിട്ടുണ്ടോ എന്നിട്ട് അവൻ ആ പേര് കണ്ടിട്ട് അവളെ അന്വേഷിക്കും. അതേസമയം ഗെയിമി ഫസ്റ്റ് ഗുവ എന്ന് പറഞ്ഞ് ഇവളും ഗുവ ബെസ്റ്റ് എന്ന് അവിടെ നിലവിളിച്ചോണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ ഗെയിം കളിച്ചെങ്കിൽ ഇവിടുന്ന് പോകാൻ പറയും. അതിനുശേഷം അവൾ അവളുടെ കൂട്ടുകാരോട് കൂടെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഗു അവിടെ കോടി എത്തിയിട്ട് ഇവിടെ ഡഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞ പേര് ആരാ ഗെയിം കളിക്കുമെന്നും ചോദിക്കും. പക്ഷെ ആ സ്റ്റാഫിന് അത് അറിയത്തില്ലെന്ന് പറയുമ്പോഴാണ് ഇവനും അത് ആരായിരിക്കും എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവിടെങ്ങും ആ വ്യക്തി ഇവനെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അതിനുശേഷം ഗുവും അവന്റെ കൂട്ടുകാരന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്മാരെല്ലാരും കൂടെ ഫേമസ് ആയ കമ്പനിന്ന് ഓഫർ വന്നിട്ടും ഇവൻ എന്തിനാ അത് വേണ്ടെന്ന് വെച്ചും ജയിക്കും. അപ്പോഴാണ് അവനും അവൻ റെഡിയാക്കുന്ന ഗെയിമൊക്കെ ഇംഗ്ലീഷിലല്ലാതെ അവന്റെ സ്വന്തം ലാംഗ്വേജിലാണ് റിലീസ് ചെയ്യാൻ അവൻ ആഗ്രഹം എന്ന് പറയുന്നത്. ഇത് കേട്ട് അവന്മാരെല്ലാരും കൂടെ ഗെയിമിനകത്ത് ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ പിന്നെ ഏത് കമ്പനി ഇവനെയൊക്കെ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അവന്മാരൊക്കെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് ഇവനും അവൻ സ്വന്തമായിട്ട് ഗെയിം ഇറക്കുവാണ് അത് അവരുടെ ലാംഗ്വേജിലാന്ന് ഉറച്ചു തന്നെ നിൽക്കും. അതേസമയം തന്നെ ചീലിങ്ങും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളൊരു കമ്പനി ജോലി ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഇവളുടെ ടീം ലീഡറിന് ഇവൾ ഒട്ടും ഇഷ്ടമല്ല. കാരണം ബോസ് അയാളെക്കാളും ഇവളോടാണ് കുറെ ജോലി ഏൽപ്പിക്കുന്നത്. കാരണം ഇവിടെ ഉള്ളത് ഇപ്പൊ ചീലിംഗ് മാത്രമാണ് ബെസ്റ്റ്. അതുകൊണ്ട് ലീഡറും ജലസായി പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഇത്രയും വർക്ക് കിട്ടുന്നെന്ന് പറഞ്ഞ് അവളെ ആക്കുന്ന രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവള് പെട്ടെന്ന് ജോലിന്ന് പുറത്തു പോകാൻ പോവാന്ന് അവരോടെല്ലാം പറയും. ഇത് കേട്ട് അവരെല്ലാം ഷോക്കായി സത്യമായിട്ടാണോ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴാണ് അവളും അവളുടെ റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ ഇവരോട് കാണിക്കും. അപ്പോഴാണ് ഇവള് പോകുന്നോണ്ട് ആ ലീഡർ സന്തോഷത്തി ഇത് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴാണ് അവളൊന്ന് ആലോചിച്ച് നോക്കുന്നത്. ഇതിനുമ്പ് ഇവിടെ ജോലി ചെയ്തപ്പം ഇങ്ങനെ കുറെ പ്രാവശ്യം സെലിബ്രേഷൻ പാർട്ടി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടായി കാണും. അങ്ങനെ ആ സ്ഥലത്ത് ഫുള്ളും ഇവളെ ആക്കുന്ന രീതിയിലാണ് കുറെ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവൾക്ക് ആ പാർട്ടി പോകുന്നത് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവളും തീർച്ചയായിട്ടും ഈ തവണ ഞാൻ ആ പാർട്ടിക്ക് വരുത്തില്ലെന്ന് അവള് ഉറച്ചു പറഞ്ഞിട്ട് മാനേജറിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവരും ചീലിൻ ജോലി നിർത്തി പോവാന്ന് പറഞ്ഞ ഉടനെ അവനും കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്തോടെ ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളും കുറച്ച് ആലോചിച്ച് നോക്കിയിട്ട് അവളുടെ ഡ്രീം എന്തോന്ന് ഇതുവരെ കണ്ടെത്താത്തത് കൊണ്ട് അവൾ ആദ്യം കോളേജിലോട്ടോ ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് മാനേജർ എങ്ങനെയൊക്കെ ഇവളെ ജോലി തന്നെ നിർത്താൻ നോക്കുമ്പോഴാണ് അതേസമയം ഇവർക്ക് ഓപ്പോസിറ്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോകും. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു കോളേജ് പഠിക്കുന്ന പയ്യന് വേണ്ടി എന്റെ വർക്കെല്ലാം നിങ്ങൾ വേണ്ടെന്ന് വെക്കും. അവൻ കോളേജ് പോലും പഠിച്ചിറങ്ങില്ല, അവനെ എന്റെ സീനിയർ ആക്കാൻ നോക്കുന്നു. എങ്കിൽ പിന്നെ ഈ ജോലി നിങ്ങളെന്ന് വെച്ചോ, എനിക്കൊന്നും വേണ്ട. ഏതിന് അയാളും ദേഷ്യത്തിൽ ഇറങ്ങി പോകുമ്പോഴാണ് ഇത് കണ്ട് ഇവള് ഷോക്കായി. ഓ, ഇങ്ങേര് മാസമായിട്ടാണല്ലോ ഇവിടെ നിന്ന് പോകുന്നത്, ഇങ്ങേർക്ക് പകരം അപ്പൊ ആര് ആ ഡിപ്പാർട്ട്മെന്റ് കയറ്റാൻ പോകുന്നത് ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് മാനേജറും ഓ അതോ അവന് നിന്നെ പോലെ കോളേജ് പഠിച്ചോണ്ടിരിക്കുക, അവൻ നല്ലോണം ഗെയിമൊക്കെ റെഡിയാക്കും, അതുകൊണ്ടാ ആ ഡിപ്പാർട്ട്മെന്റ് അവനിപ്പോ സെലക്ട് ചെയ്ത. അവന്റെ പേര് ഗൂഷുൻ. ഏതിന് അവരും പറഞ്ഞോടെ ഗു അവിടെ നിൽക്കും. ഹലോ, ഈ കമ്പനി തന്നെ ഇന്ന് വരാൻ പറഞ്ഞായിരുന്നു, എന്റെ പേര് ഗൂഷുൻ. ഏതിന് അവന്റെ ഫയൽ എടുത്ത് കൊടുക്കുമ്പോഴാണ് ഇവനെ കണ്ടതോടെ ഇവള് മൊത്തത്തിൽ ഷോക്കാവും. ദൈവമേ, ഇവൻ ഇവിടെ വരും അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ജോലിന്ന് പുറത്തു പോകത്തില്ലായിരുന്നല്ലോ. എന്നിന് അവള് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവള് നോക്കുന്നിട്ട് അവനും തിരിഞ്ഞു നോക്കും. ഇത് കണ്ട് അവള് സന്തോഷത്തി നീ ഇനി തൊട്ട് ഇവിടെ ജോലി ചെയ്യാൻ പോവാണോ ഏതിന് അവളും ചോദിക്കുമ്പോഴാണ് അവനാണെന്ന് പറയുന്നത്. അതോടെ അവളും പെട്ടെന്ന് ഞാനും ജോലി നിർത്താൻ പോകുന്നില്ലെന്ന് പറയാൻ വരുമ്പോഴാണ്
പറയുമ്പോഴാണ് അതിനുമുമ്പേ ആ മാനേജർ ഇവളുടെ ഫയലിനകത്ത് സീലടിക്കും. ചീലിൻ, നീ ഇവിടുന്ന് പോകുന്നത് എനിക്ക് വിഷമമുണ്ട്, പക്ഷെ നീയല്ലേ പറയുന്ന ഡ്രീം ഇതുവരെ കണ്ടെത്തിയില്ലെന്ന്, ആദ്യം പോയി പഠിക്കുന്ന എന്നിനെ അവളെ പറഞ്ഞേക്കും. അപ്പോഴാണ് അവള് വിഷമിച്ചിട്ട് തീർന്ന്, ആവശ്യമില്ലാതെ ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ പോകേണ്ട അവസ്ഥയായിപ്പോയല്ല, ഈ സമയത്താണോ അവന് ജോലി കയറണ്ട എന്നിന് അവളും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കും. കാരണം ഇവൾക്ക് ആ ലീഡറിനെ ഇഷ്ടപ്പെടാത്തോണ്ടാണ് ഇവിടുന്ന് റിസൈൻ ആകാൻ തീരുമാനം എടുത്തത്. പക്ഷെ ഇവളുടെ ക്രഷ് ഗൂ ഇപ്പൊ ഇവിടെ ജോലി കയറുന്നേക്കുക. അങ്ങനെ അത് ഓർത്ത് വിഷമിച്ച് ഇവൾ ഈ കാര്യമൊക്കെ കൂട്ടുകാരോട് എടുത്ത് പറയുമ്പോഴാണ് അവരിതിട്ട് ഷോക്കായി. എന്തുവാ ഗൂ നിന്റെ കമ്പനി ജോലി കയറുന്നേക്കാണോ? അവനെ അവസാനം നമ്മളാ മത്സരത്തിൽ വെച്ചല്ലേ കണ്ട? ആണടി, കഴിഞ്ഞ 2 മാസമായിട്ട് അവൻ എവിടാന്നറിയാതെ ഞാൻ ഫുള്ളും ഇന്റർനെറ്റിൽ തപ്പുമായിരുന്നു ഗൂഷിനിപ്പോ എന്തുവാ ചെയ്യുന്നത്, അവൻ എവിടാ ഉള്ളതെന്ന്. പക്ഷെ ഇപ്പോഴാ അറിയുന്ന അവൻ ഇന്നോട്ട് ഞങ്ങളുടെ കമ്പനി ജോലി ചെയ്യാൻ പോവാന്ന്. അവനൊരു അരമണിക്കൂർ മുമ്പേ ഒന്നോടായിരുന്നു. ഞാൻ ലെറ്റർ ഓഫീസിൽ കൊടുക്കാതെ അവന്റെ കൂടെ തന്നെ ഒരുമിച്ച് ജോലി ചെയ്തേനെ എന്നിന് ഇവളും പറയുമ്പോഴാണ് കൂട്ടുകാരിയും ചീലിങ്, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒരേശെ ഇതായിരിക്കും നിന്റെ വിധി എന്നിന് അവളും പറയുമ്പോഴാണ് ഇവളും ആലോചിച്ച് നോക്കുന്നത്. വിധിയോ എന്നിന് അവളും 2 വർഷത്തിന് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കും. അങ്ങനെ ഇവരുടെ കോളേജ് ഫ്രഷേഴ്സിനെല്ലാം ഒരു ഷൂട്ടിംഗ് ഗെയിം നടത്തുമ്പോഴാണ് ചീലിങ്ങും എല്ലാരും ഔട്ടാക്കിയിട്ട് അവളെ 2ാമത്തെ സ്ഥാനത്തേക്കും. അപ്പോഴാണ് അവള് ഫസ്റ്റ് ആരാന്ന് നോക്കുമ്പോൾ അത് ഗൂഷണ്ണായിരിക്കും. അങ്ങനെ ഈ പേര് കണ്ടിട്ട് അവളും അവൻ എങ്ങനെയൊക്കെ പൊട്ടിക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരിമാർ 2 പേരും കൂടെ ഇവളെ തടഞ്ഞിർത്തി വേണേ ഞങ്ങളൊക്കെ ഒന്ന് ഫസ്റ്റ് ആയിക്കോന്ന് പറയും. കാരണം അവർക്ക് ഈ ഗെയിം കളിക്കാൻ വയ്യ. അപ്പോഴാണ് ചീലിങ് ഇവര് പറഞ്ഞു കേട്ടിട്ട്, സോറി ഗൈസ്, ഞാൻ അങ്ങനെ എളുപ്പത്തിൽ ജയിക്കാറില്ല, ഞാൻ എന്റെ എനിമിയെ കണ്ടെത്തും ഏതിന് ഇവള് ഷോ കാണിക്കുമ്പോഴാണ് അവർ 2 പേരും കൂടെ കളിക്കാൻ വയ്യെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവർ ഔട്ടാക്കാൻ വേണ്ടി കെഞ്ചും. അപ്പോഴാണ് അവളും ഫസ്റ്റ് വരാൻ ഇതായിരിക്കും എളുപ്പഴിന്ന് പറഞ്ഞ് അവരിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് ആ വഴി കൂടെ വന്നുകൊണ്ടിരുന്ന ഗൂവും കാണും. അതിനുശേഷം അവനും ഇവൾ ഔട്ടാക്കാൻ വേണ്ടി സൈഡിലേക്ക് ചെന്ന് ഒളിഞ്ഞിരിക്കും. അപ്പോഴാണ് അവളും അവിടെ ഒരു ഷൂ ഇരിക്കുന്നുണ്ട്, മിക്കവാറും അവനായിരിക്കും ഒളിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് അവിടെ ഷൂ മാത്രമേ കാണത്തുള്ളൂ, അവനെ കാണത്തില്ല. അപ്പോഴാണ് അവൻ മുകളിൽ നിന്ന് അവളെ ഷൂട്ട് ചെയ്ത് ഔട്ടാക്കുന്നത്. അപ്പൊ നീയാണല്ലേ ഗെയിമിലെ പാമ്പ്, നീ ഫസ്റ്റ് വരാൻ വേണ്ടി സ്വന്തം ടീമിൽ 2 പേരെ തന്നെ കൊന്നല്ല എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഇവളുടെ കൂട്ടുകാരുമാരും, പാമ്പോ, അവൾക്കതിനും ഇരട്ട പേരൊക്കെ വന്നോ? എടി മണ്ടി, ഗെയിമിൽ ചീറ്റ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പാമ്പെന്ന് വിളിക്കാറുണ്ട്, എടകൂ വാ നമുക്ക് പോവാം എന്നിന് അവന്റെ കൂട്ടുകാർ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഇവനെ കണ്ട ഫസ്റ്റ് സൈറ്റിൽ തന്നെ അവൾക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു പോകും. അപ്പോഴാണ് ഗൂവിന്റെ കൂട്ടുകാരനും, എടാ അവളെ കാണാൻ ക്യൂട്ടാണല്ലേ, വന്നപ്പോഴേ സെറ്റ് ആക്കിയോ, അവളുടെ പേരെന്തുവാ? പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവളൊരു പാമ്പാ, സൂക്ഷിച്ചോണം അവളെ എന്നിന് ഇവരുടെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അവൻ പോകുന്നിട്ട് ഇവളും ഇത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫേസ് അവൾ ആദ്യമായിട്ടാ കാണുന്നതെന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവളുമാരും ചിരിച്ചിട്ട്, എടി ചീലിങ്, ഇതൊക്കെ നിന്റെ വിധിയാ, നമ്മൾ സംസാരിച്ചൊക്കെ അവൻ കേട്ട് നിന്നെ ഔട്ടാക്കിയില്ല, അപ്പൊ അവൻ നിന്നെ കാണുന്ന വിധിയായിരുന്നു ഏതിന് ഇവളുമാരും പറയുമ്പം അവള് സന്തോഷത്തി. അപ്പൊ ഞങ്ങൾ 2 പേരും സെറ്റ് ആവാൻ ചോദിക്കും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവളും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ലീഡർ ഇവളെ കണ്ടിട്ട് അടുത്തേക്ക് വരും. ചീലിങ്, ഇപ്പൊ പുതിയതായിട്ട് വന്ന പയ്യൻ നിന്റെ കൂടെ പഠിച്ചതെന്ന് അറിഞ്ഞായിരുന്നല്ലേ, പക്ഷെ നിന്നെ കുറിച്ച് അവനോട് ചോദിച്ചിട്ട് അവന് നീ ആരാന്ന് അറിയത്തില്ലെന്നാ പറഞ്ഞ. അപ്പൊ നിങ്ങൾ ക്ലോസ് അല്ലേ എന്നിന് ഇവനും കളിയാക്കുമ്പോഴാണ് അവൾക്ക് ദേഷ്യം വന്നിട്ട്, നിനക്ക് കുറെ ഗേൾസിനെ അറിയാന്ന് പറഞ്ഞ് അവർക്കൊന്നും നിന്നെ അറിയത്തില്ലല്ലോ എന്നിന് അവളും തിരിച്ചാക്കിയിട്ട് പോകും. ഇതോടെ അവന് മൊത്തത്തിൽ നാണം കെട്ടിട്ട് അടുത്തുള്ള പെങ്കൊച്ചിനോട് നിനക്കെന്നെ അറിയത്തില്ലെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇപ്പൊ ഗൂനെ വിളിച്ചോണ്ടുപോയി അവിടുത്തെ ബോർഡ് മെമ്പേഴ്സിനെ എല്ലാം പരിചയപ്പെടുത്തും. അങ്ങനെ അവന്റെ കൂടെ തന്നെ അവന്റെ കൂട്ടുകാരനെ അപ്പോയിന്റ് ചെയ്തേക്കും. അപ്പോഴാണ് ഇവരെ ജോലിക്കെടുത്ത ലേഡിയും ഇവർക്ക് പെൻഡിങ് ആയിട്ടിരുന്ന AAA ഗെയിം ഇനി തൊട്ട് ഗൂവ ഏറ്റെടുത്ത് നടത്താമോന്ന് പറയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട ആ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഗൂവിനോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഗെയിമിന്റെ എഞ്ചിൻ റെഡിയാക്കാൻ തന്നെ ഏകദേശം ഒരു 3-4 വർഷം എടുക്കും, പക്ഷെ ഇവർക്ക് അതിന് മുമ്പേ തന്നെ ഈ ഗെയിം റെഡിയാക്കി എടുക്കണം. അങ്ങനെ അത് ഇവനെ കൊണ്ട് പറ്റുമോ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗൂ എഴുന്നേറ്റ് ഇവരുടെ ആയിരിക്കുന്ന സിസ്റ്റം ഒന്നും ശരിയില്ലാത്തോണ്ട ഗെയിം റെഡിയാക്കാൻ ഇത്ര താമസിച്ചെന്നറിയും. അവന്റെ ആയിരിക്കുന്ന എഞ്ചിൻ കൊണ്ട് പെട്ടെന്ന് തന്നെ ഗെയിം റെഡിയാക്കി കൊടുക്കാന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് അവരെല്ലാരും കൂടെ ഷോക്കായി. എങ്കിൽ പിന്നെ അടുത്ത മാസം തന്നെ ഇവർ റെഡിയാക്കാൻ പോകുന്ന ഗെയിമിന്റെ സാമ്പിൾ ടെസ്റ്റ് ഉണ്ടെന്ന് പറയും. ഇത് കേട്ട് അവനും ചെറുതായി ഞെട്ടിപ്പോയി. അടുത്ത മാസം തന്നെ ഉണ്ടോന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരുപക്ഷെ അടുത്ത മാസത്തിനുള്ളിൽ അവൻ ഈ ഗെയിം റെഡിയാക്കില്ല, അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറയും. ഇതോടെ അവന് ടെൻഷൻ ആയാലും അവൻ അവർക്ക് ഓക്കെ പറഞ്ഞിട്ട് അടുത്ത മാസം തന്നെ ടെസ്റ്റിനുള്ള ഏർപ്പാടൊക്കെ റെഡിയാക്കാൻ പറയും. അപ്പോഴാണ് ഇവരുടെ കമ്പനി തന്നെ വേറെ ഗെയിം റെഡിയാക്കുന്ന ഒരുത്തനും അടുത്ത മാസം ഇവരുടെ ഗെയിം ടെസ്റ്റിന് ഇറക്കാൻ പോകാന്ന് പറയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ബോർഡ് മെമ്പേഴ്സും ഇവരുടെ കമ്പനി ഇരുന്ന് ഏതെങ്കിലും ഒരു ഗെയിം മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. ഇതുവരെ ഇവരുടെ കമ്പനി സെലക്ട് ആയിട്ടുള്ള എല്ലാം ഇങ്ങേരുടെ ഗെയിം മാത്രമാണ്, കാരണം ഇയാളാണ് ഗെയിം റെഡിയാക്കുന്നത് ബെസ്റ്റ്. അപ്പൊ ഈ തവണ തീർച്ചയായിട്ടും ഗൂവിന് പകരമായിട്ട് അയാളായിരിക്കും സെലക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇവരൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇതെല്ലാം കേട്ട് അവന് കോൺഫിഡൻസ് ഒന്നും വിട്ടുകൊടുക്കാതെ അപ്പൊ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പൊളിച്ചെന്ന് പറഞ്ഞ് അവൻ പോസിറ്റീവായിട്ട് സംസാരിക്കും. പക്ഷെ അവർക്കൊന്നും
ഗൂവിന് ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത്. കാരണം ഇവന് ജോലി ചെയ്യാൻ പോലും പ്രത്യേകിച്ച് റൂമൊന്നും കൊടുത്തിട്ടില്ല. ഇവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന വെയർ ഹൗസിൽ മാത്രം സ്ഥലമുള്ളെന്ന് പറഞ്ഞ് അവൻ അത് മതിയാൻ ചോദിക്കും. അങ്ങനെ ഇതൊക്കെ സഹിച്ചോണ്ട് അവൻ ആ വെയർ ഹൗസ് തന്നെ മതി എന്ന് പറയുമ്പോഴാണ് അവരെങ്കിൽ പിന്നെ അടുത്ത മാസം തന്നെ ഗെയിം റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ഓർഡർ ചെയ്യും. അതിനുശേഷം ഇവൻ അവന്റെ കൂട്ടുകാരനും കൂടെ അവരുടെ വെയർ ഹൗസിലേക്ക് പോകുമ്പോഴാണ് അതേസമയം ഇവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആ വ്യക്തിയും കാണും. ഇത് കണ്ട് ഗൂവിന്റെ കൂട്ടുകാരനെ ചെന്ന് സംസാരിക്കാൻ നോക്കുമ്പോഴാണ് അയാൾ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് ഇത് കണ്ട് ഗൂവും അവൻ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഹെൽപ്പൊക്കെ ചോദിക്കുമ്പോഴാണ് അയാൾ അവരൊക്കെ തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ മാത്രമെന്ന് പറഞ്ഞ് ഇവനെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യും. അങ്ങനെ ആദ്യ ദിവസം ഇതിനെ വെറുത്തുപോയി ഇവർ രണ്ടുപേരും ആ വെയർ ഹൗസിലേക്ക് പോകുമ്പോഴാണ് അത് മൊത്തത്തിൽ പൊടിയടിച്ചു പോയി കിടക്കും. അതിനുശേഷം ഗൂ ഉള്ളതുകൊണ്ട് മാത്രം അവന്റെ കൂട്ടുകാരന് നല്ല കോൺഫിഡൻസ് ആവും തീർച്ചയായിട്ടും ഇവന്മാരായിരിക്കും വരാമോന്ന് ടെസ്റ്റ് ജയിക്കാൻ പോകുന്നതെന്ന്. അപ്പോഴാണ് ഗൂവും ഇവരുടെ ഗെയിം റെഡിയാക്കാൻ വേണ്ടി പ്രോഗ്രാമറും ഡിസൈൻ ചെയ്യാനും ആൾക്കാരൊന്നും കാണത്തില്ല. അങ്ങനെ അതിനുവേണ്ടി ആദ്യം ആൾക്കാരൊക്കെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവന് കൂട്ടുകാരനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് അപ്പൊ അവർക്കുള്ള ശമ്പളമൊക്കെ ആരും എടുക്കും അറിയും. അപ്പോഴാണ് ഗൂവും ശമ്പളമൊക്കെ അവൻ നോക്കിക്കോളെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് കൂട്ടുകാരനും എങ്കിൽ പിന്നെ അവനും കൂടെ ശമ്പളമാണെന്ന് പറയും. അപ്പോഴാണ് അവനും ചിരിച്ചിട്ട് ശരി നമ്മുടെ ഗെയിം എല്ലാം സെറ്റ് ആയതിനു ശേഷം നിനക്കും ശമ്പളം തരാം. ഏതിനെ ഗൂ പറയുമ്പോഴാണ് അവന് ഷോക്കായി. എന്തുവാ ഗെയിം റെഡി ആയതിനു ശേഷോ? പക്ഷെ ഇവിടെ ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെ നീ അപ്പൊ തന്നെ ശമ്പളം കൊടുക്കുമല്ലേ, എനിക്ക് മാത്രം എന്താ നീ ലേറ്റ് ആയിട്ട് തരുന്നത്? ഏതിന് ഇവനും ചെറുതായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഗൂ എങ്കിൽ പിന്നെ അവന്റെ കയ്യിരിക്കുന്ന പൈസയെങ്കിലും എടുത്ത് ശമ്പളമായിട്ട് ഇവന് തരാന്ന് പറയും. അപ്പോഴാണ് അവൻ അതെല്ലാം കേട്ട് സഹിക്കാൻ പറ്റാതെ ശരി ശരി എനിക്ക് നീ പതിയെ തന്നാൽ മതി, എന്തായാലും നമ്മുടെ ഗെയിം ആയിരിക്കും സക്സസ് ആവുന്നത്, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. ഗൂ ആരാ മോൻ എന്നിട്ട് ഇവരുടെ കട്ട കോൺഫിഡൻസ് ഇരിക്കും. അതേസമയം ചില്ലിങ്ങും ജോലിയിൽ നിന്ന് പുറത്തായതുകൊണ്ട് അവള് പഴയതുപോലെ വീഡിയോ ഗെയിം കളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകും. അപ്പോഴാണ് ഇവള് കുറെ മാസം കഴിഞ്ഞ് അവിടേക്ക് വരുന്നുണ്ട്. അവർക്ക് എല്ലാവരും അവള് വെൽക്കം ചെയ്യും. കാരണം ഈ വീഡിയോ ഗെയിം സെന്ററിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത് ഇവളാണ്. ഇതുവരെ ഇവളുടെ റെക്കോർഡ് ആരും പൊട്ടിച്ചിട്ടില്ല. അങ്ങനെ ആ മാസം അവൾ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവളില്ലാത്ത സമയം നോക്കി ഇവളെയും പൊട്ടിച്ച് ഒരാള് നമ്പർ 1 പ്ലേസ് വന്ന് നിൽക്കും. അങ്ങനെ അവളത് ആരാന്ന് വായിച്ചു നോക്കുമ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും പറഞ്ഞ് ഒരു പേര് അവൾ എഴുതിയിട്ടേക്കും. കാരണം ഇവൾ ഈ സെന്ററിൽ എല്ലാവരും ഉറങ്ങിക്കോളെന്ന് പറഞ്ഞാണ് അവളുടെ പേര് എഴുതിയേക്കുന്നത്. അങ്ങനെ അവളെ കളിയാക്കുന്ന രീതിയിൽ ഇനി തൊട്ട് നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ പേര് അവിടെ എഴുതി വെച്ചേക്കും. ഇത് കണ്ട് അവളും എന്നെ പൊട്ടിച്ചിട്ട് ഇവൻ എന്നെ ആക്കി രീതി എഴുതിയേക്കുന്നു, ഇവനെ പൊട്ടിച്ച് ഞാൻ വീണ്ടും നമ്പർ 1 ആകാൻ പോവാ. എന്നിട്ട് ആ ബോസിന്റെ അടുത്ത് നിന്ന് കോയിൻ വാങ്ങിച്ച് ഇവളും വീണ്ടും നമ്പർ 1 പൊസിഷന് വരും. അതിനുശേഷം അവൾ ആ ബോസിനോട് ഇവളെ പൊട്ടിച്ച നമ്പർ 1 വ്യക്തി ആരാന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങേര് അവനൊരു ഹാൻഡ്സമായ പയ്യനാന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ പൊക്കി പറയും. അങ്ങനെ ഇയാൾ പറയുന്ന ആൾ വേറെ ആരുമില്ല, അത് ഗൂ ആണ്. അങ്ങനെ അവനെ കുറിച്ച് കുറെ പൊക്കി പറഞ്ഞിട്ട് വേണേ ആ പയ്യനെ പരിചയപ്പെടുത്തി സെറ്റാക്കി തരാന്ന് പറയുമ്പോഴാണ് അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾക്ക് ഇപ്പൊ ബ്രോക്കറിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോഴാണ് അവൾ അവിടെ ഗൂ കളിച്ചോണ്ടിരിക്കുന്നതാണെന്നത്. ഇത് കണ്ട് ഇവള് ഞെട്ടിപ്പോയി ഇവൻ ഇവിടെയൊക്കെ കളിക്കാൻ വരുമോ നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചാൻസ് യൂസ് ചെയ്ത് അവനായിട്ട് എങ്ങനെയും ക്ലോസ് ആകാൻ വേണ്ടി അവിടുത്തെ ബോസിനോട് ചെന്ന് കുറച്ച് കോയിൻസ് ഒക്കെ വാങ്ങിച്ചോണ്ട് വരും. അതിനുശേഷം അവൾ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഓ ഗൂഷുൻ ഇത് നീയാണോ, ഇന്ന് ഇവിടുത്തെ ആനിവേഴ്സറി ആണ്, അതുകൊണ്ട് എല്ലാവർക്കും ഫ്രീ ടോക്കൺ കൊടുക്കുക, എന്റെ കുറെ ഉണ്ട്, അതെനിക്ക് ഒറ്റയ്ക്ക് കളിച്ച് തീർക്കാൻ പറ്റത്തില്ല, വേണം ഞാൻ തന്നെ കുറച്ച് തരട്ടെ. എന്നിട്ട് ഇവള് സംസാരിക്കാൻ നോക്കുമ്പോഴാണ് അവൻ ഹെഡ്സെറ്റ് ഇട്ടേക്കുന്നുണ്ട്. ഇവള് പറയുന്ന ഒന്നും കേൾക്കത്തില്ല. അപ്പോഴാണ് ഇവൾ അടുത്തേക്ക് വരുമ്പോ തന്നെ ഇവളുടെ കയ്യിൽ നിന്ന് കോയിൻസ് തറയിലേക്ക് വീഴും. അതോടെ അവൻ അത് കണ്ട് ഇവൾക്ക് അത് എടുത്തുകൊടുത്ത് ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് അറിയാതെ ഇവർ രണ്ടുപേരും കൂടെ ഒരേ കോയിന് ടച്ച് ചെയ്യും. പക്ഷെ അവൾക്ക് മാത്രമേ റൊമാൻറ്റിക് ഫീൽ വരത്തുള്ളൂ. അതുകൊണ്ട് അവളും തിരിഞ്ഞിരുന്നിട്ട് ഇവനോട് ഇപ്പൊ എന്തോ സംസാരിക്കേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്തേലും സംസാരിക്കുന്ന പറഞ്ഞ് ഇവള് പെട്ടെന്ന് തിരിയുമ്പം അവിടെ അവൻ കാണത്തില്ല. അപ്പോഴാണ് ആ കടയിലെ ബോസും ഞാൻ പറഞ്ഞ പയ്യൻ ഇവനാണ് മോളെ എന്നിന് അങ്ങേരെ കണ്ട് ഇവളും ദേഷ്യത്തി ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവള് ദേഷ്യത്തി അവിടെ നിന്ന് ഇറങ്ങും. എനിക്ക് ഇത്രയും നല്ല ചാൻസ് കിട്ടിയിട്ടും അവനോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്നിന് അവളും ബിറുവൃത്തന്റെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അതായത് ഇവളുടെ കൂടെ വീഡിയോ ഗെയിം കളിക്കുന്ന പയ്യന്മാര് ഡഫ്റ്റിസ്റ്റ് നമുക്കൊരു മാച്ച് കളിച്ചാലോ, ഞങ്ങൾ 4 പേരുണ്ട്, നീയും കൂടെ സെറ്റായി. എന്നിന് ഹങ്ക് എന്ന് പറഞ്ഞൊരു പേരിൽ നിന്ന് മെസ്സേജ് വരും. അങ്ങനെ ഇത് കണ്ട് അവളും എടാ ഹങ്ക് നീ ഞാനില്ലാതെ കളിക്കത്തില്ല, നിന്നെ എപ്പോ എനിമീസ് കൊല്ലാൻ വന്നാലും ഞാനാവുന്ന രക്ഷിക്കുന്നത്, വേണം നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കണമെങ്കിൽ എനിക്ക് ഓരോ മണിക്കൂറിനും 500 രൂപ ചേരണം, കാരണം ഞാൻ ജോലിക്ക് പോയാൽ നിങ്ങളുടെ ഗെയിം കളിക്കാൻ പോകില്ല. ഏതിന് ഇവള് മെസ്സേജ് അയക്കുമ്പോഴാണ് ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് ഹങ്ക് മെസ്സേജ് അയക്കും. അങ്ങനെ ഈ ഹങ്കാണ് നമ്മുടെ ഗു. പക്ഷെ ഇവരുടെയും ഗെയിം കളിക്കുന്ന പേര് മാത്രമേ ഇവർക്ക് പരിചയമുള്ളൂ. അതുകൊണ്ടാണ് ഇവർ നേരിട്ട് കണ്ടിട്ടും പരസ്പരം മിണ്ടാത്ത. അങ്ങനെ ഗുവിന്റെ കൂട്ടുകാരന്മാരൊക്കെ മത്സരത്തിൽ കയറുമ്പോഴാണ് ഇവ മാത്രം ചീലിംഗ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട അവന്മാരൊക്കെ എടാ അവളെല്ലാം ബിസി ആയിരിക്കും, നീ അവൾ വന്നാലേ ഗെയിം കളിക്കത്തുള്ളല്ലേ, നീ എപ്പോ തൊട്ട് അവളുടെ കൂടെ അത്രയ്ക്കും ക്ലോസ് ആയ, നീ ഇപ്പൊ മൊത്തത്തിൽ ഗേൾ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാച്ചു ആയിട്ട് മാറി. അവളെ നമുക്ക് പരിചയപ്പെട്ടതിന് ശേഷം നിനക്ക് ഈ ഷൂട്ടിംഗ് ഗെയിമിനോട് താല്പര്യം തോന്നിയ, അതിനുമ്പ് നീ ഇത്രയ്ക്കൊന്നും കളിക്കത്തില്ലായിരുന്നല്ല, നിനക്ക് ഗെയിമിനോടല്ല അഡിക്റ്റ്, അവളോടാണ് അഡിക്റ്റ് എന്ന് ഇവന്മാരെ കാക്കുമ്പോഴാണ് എങ്കിൽ പിന്നെ നിങ്ങളോട് ഞാൻ കളിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പനാണ് അവന്മാരും എടകു ഞങ്ങളൊക്കെ നിന്നെ വാൺ ചെയ്തില്ലെന്ന് പറയല്ലേ, നീ അറിയാതെ തന്നെ ആ ഡഫ്റ്റിസ്റ്റിനെ നീ സ്നേഹിക്കാൻ തുടങ്ങി, അവൾ ആരാന്നോലും നീ കണ്ടിട്ടില്ല, ഒരുശം നമ്മളോടൊക്കെ പെണ്ണെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് നേരിട്ട് കാണുമ്പം ഒരു വലിയ തടിമാടനാണെങ്കിൽ നീ എന്തോ ചെയ്യടാ, എത്ര പേരെ കണ്ടിട്ടുണ്ട്,
എന്തുകൊണ്ട് വോയിസ് മാറ്റി സംസാരിക്കുന്ന, നീ ഒന്ന് വീണു പോവല്ല. ഏതെങ്കിലും ഇവന്മാരെ അഡ്വൈസ് ചെയ്യുമ്പം അവനതൊന്ന് മൈൻഡ് ചെയ്തിരിക്കും. അതേസമയം ചീലിങ് ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് അവളുടെ കൂട്ടുകാർ ഗെയിം കളിക്കുന്നുണ്ട്. ഇവൾ അടുത്തേക്ക് ചെല്ലും. എടി ഇങ്ഷു, ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ആരെയാ കണ്ടേന്നറിയാ? നീ കേട്ടാ ഞെട്ടിപ്പോവും. ഏതിന് ഇവളും ഗൂവിനെ കണ്ട കാര്യം പറയാൻ വരുമ്പോഴാണ് അതിനുമ്പ് തന്നെ അവൾക്കത് പിടി കിട്ടും. എന്തുവാ നീ ഗൂവിനെ കണ്ടു കാണും, പക്ഷെ നീ ഒരു കാര്യം മറന്നുപോയാ? അവന്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യാൻ നിനക്ക് ചാൻസ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഏതിന് ഇവളും ചോദിക്കുമ്പോഴാണ് അതറിയാതെ പറ്റിപ്പോയ തെറ്റെന്ന് അറിഞ്ഞ് അവള് വിഷമിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ അയച്ചു തന്നിട്ട് ഇനി 10 മണിക്കൂർ ഇവന്റെ കൂടെ ഗെയിം കളിക്കണമെന്ന് ഗൂ മെസ്സേജ് അയച്ചേക്കും. ഇത് കണ്ടിട്ട് അവള് ഷോക്കായിരിക്കുമ്പോഴാണ് അവന് പൈസ കൊണ്ട് മുങ്ങാനാണോ പ്ലാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ചോദിക്കും. അപ്പോഴാണ് അവൾ അവന്റെ മെസ്സേജ് കണ്ടിട്ട് എടാ ഹങ്ക്, നേരിട്ട് പോലും കാണാത്ത ഒരു ഓൺലൈൻ ഫ്രണ്ടിന് 5000 രൂപ അയച്ചായിരുന്നു. എങ്കിൽ പിന്നെ നിന്റെ കൂട്ടുകാരന്മാർ ഇതേപോലെ ആണെങ്കിൽ അവന്മാരും കൂടെ പൈസ അയച്ചു തരാൻ പറ, ഞാൻ മൊത്തത്തിൽ റിച്ചാ. ഏതിന് അവൾ ഇവരുടെ ഗെയിം കളിക്കാൻ വേണ്ടി പോകും. ഡഫ്റ്റിസ്റ്റ്, ഇത്ര സമയം എവിടെ ആയിരുന്നു? ഞാൻ നിനക്ക് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്ത്. അങ്കിളെ ഒന്ന് മിണ്ടായിരുന്നു ഗെയിം കളിക്കാവോ? നിങ്ങൾക്ക് കല്യാണം കഴിച്ച് ഭാര്യയൊക്കെ ഉണ്ടല്ലേ, അവളിന്ന് വെറുതെ വിട്, ഞങ്ങൾ യങ്സ്റ്റർ സംസാരിച്ചോളാം. ഏതിന് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളും ഗെയിം കളിക്കാൻ വിളിച്ച ഹങ്ക് എന്തുവാ സംസാരിക്കാത്തെന്ന് ചോദിക്കും. അതിനേശം അവളും ഇന്ന് അവള് ജോലിന്ന് പുറത്തായെന്ന് പറയുമ്പോഴാണ് ഗൂ ഇത് ഇട്ടിട്ട് അതെന്തോറ്റേം ചോദിക്കും. അപ്പോഴാണ് ഇവളും ഓ സാർ ഇവിടെ ഉണ്ടായിരുന്നോ, ഇപ്പോഴെങ്കിലും സൗണ്ട് കേട്ടല്ല, എന്തായാലും അതൊക്കെ വിട്, നമുക്കാദ്യം ഗെയിം കളിക്കാം. അങ്ങനെ അവളും മാസമായിട്ട് ഇവർ എനിമീസിനെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊല്ലുമ്പോഴാണ് ഇതൊക്കെ കണ്ട് ഗൂവിന്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതിനേശം ഇവരെല്ലാരും കൂടെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇന്നൊരുത്തൻ അവളുടെ ഹൃദയം തകർത്തെന്ന് പറഞ്ഞിട്ട് അവള് നടന്നു പോകും. ഇത് കേട്ട് ഇവരെല്ലാരും കൂടെ ഷോക്കായി ഗൂവിനെ നോക്കും. എടാ അവളുടെ ഹൃദയത്തിന് ആരാണ്ട് തകർത്തെന്ന്. ഏതിന് ഇവന്മാരും പറഞ്ഞോടെ ഗൂ മൊത്തത്തിൽ തകർന്നു പോകും. അപ്പൊ ഇവൾക്ക് ലൈൻ ഉണ്ടോ? ഏതിന് അവന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇവന്റെ കൂട്ടുകാരന്മാരും ചോദിക്കുന്നത് ബോയ് ഫ്രണ്ട് ആയിട്ട് വല്ല പ്രശ്നം ഉണ്ടായെന്ന്. അപ്പോഴാണ് അവളും അത് ബോയ് ഫ്രണ്ട് അല്ല ക്രഷാന്ന് പറയും. അപ്പോഴാണ് അവന് ആശ്വാസമാകുന്നത്. ഇത് കണ്ട് ഇവന്മാരെല്ലാരും കൂടെ എങ്കിൽ പിന്നെ അവൾ സിംഗിളാ, ഇനിയും നിനക്ക് ചാൻസ് ഉണ്ടെന്ന് ഇവനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അതിനേശം അവന് സന്തോഷം വന്നിട്ട് നിനക്കൊരു ക്രഷ് ഉണ്ടെങ്കിൽ മിക്കാറാപ്പായി രക്ഷപ്പെട്ടു പോകുന്നേ നല്ലതെന്ന് പറഞ്ഞ് ഇവൻ കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ അന്ന് രാത്രി ഇവരെല്ലാം ഗെയിം കളിച്ച് റെസ്റ്റ് എടുക്കുമ്പോഴാണ് അവന്മാരൊക്കെ ഇവനോട് ചോദിക്കുന്നത് എടാ ഗു, ഒരേശം ഡഫ്റ്റിസ്റ്റ് നിനക്ക് ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ആണെങ്കിൽ നീ അവളെ വേണ്ടെന്ന് വെക്കോ? ഏതിന് ഇവന്മാർ ചോദിക്കുമ്പോഴാണ് ഫുള്ള് നെഗറ്റീവ് അടിക്കുവാണെന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവന്മാരായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് ഗൂവും അവൻ സ്നേഹിക്കുന്ന പെണ്ണാണ് ചീലിംഗ് എന്നറിയാതെ അവൻ അവളെ നേരിട്ട് കാണുമ്പോഴൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ ഇവരെല്ലാം ഗെയിം കളിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗൂവും ബോറടിക്കുന്നുണ്ട്. അവൻ ഡബിൾ ടെസ്റ്റിന്റെ മെസ്സേജ് അയക്കും, ഹായ് നമുക്കൊരു മാച്ചും കൂടെ കളിച്ചാലോ? ഏതിന് അവന്റെ മെസ്സേജ് ഉണ്ട് ഇവന്മാര് കളിയാക്കും. ഓ ഒരു സെക്കൻഡ് ഒരു അവളുടെ കൂടെ ഗെയിം കളിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഏതിന് ഇവന്മാരാക്കുമ്പോഴാണ് അവളിപ്പോ പറ്റത്തില്ല, ബിസിയാന്ന് പറയും. ഇത് കണ്ട് മറ്റേ അങ്കളും എന്താ പറ്റി ഡബിൾ ടെസ്റ്റ്, നിന്റെ ക്രഷ് നിന്നെ മൈൻഡ് ചെയ്യാത്തോണ്ടാണോ? ഏതിന് അയാൾ വീണ്ടും ആ ടോപ്പിക് എടുക്കുമ്പം ഇവള് മര്യാദയ്ക്ക് ആ ടോപ്പിക് ഇതോടെ നിർത്തിക്കൂടെ എന്ന് പറയും. അപ്പോഴാണ് ഈ മെസ്സേജ് കണ്ടിട്ട് ഗൂവും ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ നിനക്കൊരു ഐഡിയ പറയട്ടെ. ഒരു ഹാൻഡ്സമായ പയ്യനെ വീഴ്ത്താൻ വേണ്ടി എന്റെ അടുത്ത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ഏതിന് ഇവനും പറയുമ്പോഴാണ് പെട്ടെന്ന് അവൾ എക്സൈറ്റ് ആയി, നിന്റെ ഉണ്ടോടാ ഹങ്ക്? എങ്കിൽ പിന്നെ എനിക്കൊരു ഐഡിയ പറഞ്ഞ. ഏതിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും ഡീസന്റ് ആയിട്ട് ഒരു ലേഡിയെ പോലെ ആക്ട് ചെയ്താൽ മതി എന്ന് പറയും. അതായത് ഒരു കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ. അങ്ങനെ ഈ മെസ്സേജ് കണ്ടിട്ട് അവളും അവന്റെ ഫ്രണ്ട് സൈലന്റ് ആയിട്ടൊക്കെ നടന്ന അവ മൈൻഡ് ചെയ്യാൻ ചോദിക്കുമ്പോഴാണ് അതേസമയം ഇവൻ അയച്ച മെസ്സേജ് ഉണ്ട് അവന്മാരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. എടാ ഗു, നിനക്ക് ഇങ്ങനത്തെ ടൈപ്പ് എമ്പോഴൊന്നും ഇഷ്ടമല്ലല്ലേ, എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്ന ആൾക്കാരല്ലേ ഇഷ്ടം? ആ എനിക്ക് ഇപ്പോഴാ പിടി കിട്ടിയ, നീ അവൾക്കിട്ട് പണി കൊടുത്തതല്ലേ. അവളെപ്പോഴും മിണ്ടാതെ സൈലന്റ് ആയിട്ടിരുന്ന പിന്നെ അവളുടെ ക്രഷ് മൈൻഡ് പോലും ചെയ്യത്തില്ല. എടാ ബുദ്ധിശാലി. ഏതെങ്കിലും ഇവന്മാരും കണ്ടുപിടിച്ചാലോചിച്ച് അവനും ചിരിച്ചോണ്ടിരിക്കും. അപ്പനാണ് മറ്റൊരുത്തനും ഗൂവിനെ പോലെ ഇവന് സ്മാർട്ട് ആണെന്ന് പറയുമ്പോഴാണ് മറ്റവനും ദേഷ്യത്തി, എടാ മണ്ട ഇത് നോക്കിയൊന്നും പഠിക്കല്ലേ, അവ മൊത്തത്തിൽ വഷളായി കിടക്കുക, നീയെങ്കിലും ഒന്ന് ജീവിച്ചോ? ഏതെങ്കിലും ഇവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പോ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ് ഗൂവും ചീലിങ്ങും എങ്ങനെ ഓൺലൈനിൽ പരിചയപ്പെട്ടെന്ന്. അങ്ങനെ ചീലിങ് ആദ്യമായിട്ട് ഒരു പുതിയ അക്കൗണ്ട് എടുത്ത് ഗെയിം കളിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഇവൾ അറിയാതെ ടീം മാച്ച് സെലക്ട് ചെയ്യും. അപ്പോഴാണ് അവളും ദേഷ്യത്തി ഒറ്റയ്ക്ക് കളിക്കാനായിരുന്നു താല്പര്യം, അറിയാതെ ടീം സെലക്ട് ചെയ്ത് പോയല്ലേ. ഏതിന് അവള് സംസാരിക്കുമ്പോഴാണ് ഇത് കേട്ട് ഇവളുടെ ടീംമേറ്റ് സംസാരിക്കും, എന്തോ പറ്റി കണ്ടിട്ടൊരു നൂബായിട്ട് തോന്നല്ല, ഒറ്റയ്ക്ക് കളിച്ച് പോയി പൊട്ടാൻ പോവാണോ? എന്നിങ്ങനെ ഇവളുടെ കൂടെ ടീമായിരുന്ന ആ പയ്യന്റെ അടുത്ത് നോയ്സ് കേൾക്കും. അങ്ങനെ ഇതാണ് ഗു, ഇവർ തമ്മിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവന്റെ ചാലഞ്ച് ഏറ്റെടുത്ത് അവളും ഇവള് നൂബ്
നോബല്ല പ്രോ പ്ലെയറാന്ന് പറഞ്ഞ് അവനെ ചലഞ്ചിന് വിളിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ആദ്യം നമുക്ക് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് ഇവരുടെ ഫ്രണ്ട്സ് ആയതിനു ശേഷം പരസ്പരം ഒറ്റയ്ക്ക് മത്സരം വയ്ക്കും. അപ്പോഴാണ് ഗു ആദ്യം തന്നെ ഇവൾ ഔട്ടാക്കി കളയുന്നത്. ഇതോടെ ഇവള് ഷോക്കായി. കുഴപ്പമില്ല, നിനക്ക് നല്ലോണം കളിക്കാൻ അറിയാം, പക്ഷെ എന്റെ സ്കില്ല് നീ കണ്ടിട്ടില്ലല്ലേ. ഏതെങ്കിലും ഇവർ രണ്ടും കൂടെ കുറെ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് കളിക്കും. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്ന് പിന്നെ എല്ലാ ദിവസവും ടീമായിട്ട് കളിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഇവൾ എപ്പോഴും ഗുവിന്റെ കൂടെ ഗെയിം കളിക്കുന്ന കണ്ട് അവളുടെ കൂട്ടുകാരിയും അവസാനം ലവിൽ ചെന്ന് പെടല്ലേ എന്ന് പറഞ്ഞ് അവള് വാൺ ചെയ്യും. അപ്പോഴാണ് ഇവളും ദേഷ്യത്തി, എടി ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഓക്കെ, പക്ഷെ ഓൺലൈൻ റൊമാൻസ് ഒക്കെ ഡേഞ്ചർ ആണ്. ഏതിന്റെ കൂട്ടുകാരും പറയുമ്പോൾ അവളും ക്ലാസ്സിൽ പോകുന്ന സമയം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അതിനുശേഷം ഇവളും ബസ്സിൽ കയറുമ്പോഴാണ് അവിടെ ഗു ഇരിക്കുന്നതാണുന്നത്. ഇവൾക്ക് ഗു എന്ന് പറഞ്ഞ ക്രഷാ, പക്ഷെ അവളുടെ ഓൺലൈൻ ഫ്രണ്ട് ഇവനാന്ന് അവൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇവനെ കണ്ട് അവളും കൂട്ടുകാരിയോട് അവനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടി ഐഡിയ വയ്ക്കുമ്പോഴാണ് കൂട്ടുകാരി ചുമ്മാ നോർമലായിട്ട് ഹായ് പറഞ്ഞ് തന്നെ സംസാരിക്കുന്ന പറയും. അങ്ങനെ ആ മെസ്സേജ് കണ്ടിട്ട് അവളും അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പൊ എന്തോ പരിപാടിയും ചോദിക്കും. അപ്പോഴാണ് അവനും എന്നോടാണോ, ഞാനിവിടെ ബസ്സിൽ ഇരിക്കുന്നു. ഏതിന് അവൻ ഇവളെ കണ്ട് പേടിച്ച് അടുത്തോലെ ഇവൾ ഇരിക്കുമെന്ന് പറഞ്ഞ് അവന്റെ ബാഗ് എടുത്ത് സൈഡ് വെക്കും. ഇതോടെ അവൾ നാണം കിട്ടിട്ട് വേറെ എന്തേലും സംസാരിക്കായിരുന്നു. ഏതിന് അവൾ അപ്സെറ്റായി അപ്പുറത്തെ സീറ്റിൽ ചെന്നിരിക്കും. അപ്പോഴാണ് ഗുവും അവന്റെ ഓൺലൈൻ ഫ്രണ്ട് ഡബിൾ ട്വിസ്റ്റ് ഇവളാന്ന് പോലെ അറിയാതെ അവന് അപ്പൊ തന്നെ അവൾക്ക് മെസ്സേജ് അയക്കും, ഡബിൾ ട്വിസ്റ്റ് നീ ഇപ്പൊ എന്ത് ചെയ്യുക. ഏതിന് അവളോട് സംസാരിക്കാൻ അവൻ നല്ല സന്തോഷത്തിരിക്കും. അപ്പോഴാണ് ഇവന്റെ മെസ്സേജ് കണ്ടിട്ട് അവളും എടാ ഹങ്ക് പോയി പണി നോക്ക്, ഞാനിപ്പോ ക്ലാസ്സിലേക്ക് പോവാ. ഏതിന് അവളുടെ മെസ്സേജ് കണ്ടിട്ട് ഇവന് സ്മൈൽ ചെയ്യും. അങ്ങനെ ഗെയിം വഴി ഇവര് കട്ടായി ക്ലോസ് ആയി. ഇവർ നേരിട്ടാണ് എങ്ങനെ ഇരിക്കുന്ന പറഞ്ഞ് എല്ലാരും ഗ്രൂപ്പിൽ ഫോട്ടോ സെൻഡ് ചെയ്യാൻ പറയുമ്പോഴാണ് ചീലിങ്ങും അവള് കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവൾ ഐക്യത്തിലെന്ന് പറയും. അപ്പോഴാണ് ഈ മെസ്സേജ് കണ്ടിട്ട് അവനും ഓ കൊള്ളത്തില്ലെന്ന് പറയുന്നതായിരിക്കും കാണാൻ ലുക്ക്. ഏതിനെ ഗൂവും തിരിച്ച് മെസ്സേജ് അയക്കുമ്പോഴാണ് ഇത് കണ്ട് ഇവളും തിരിച്ചിട്ട് ശരി എങ്കിൽ പിന്നെ നിന്റെ ഫോട്ടോ അയച്ചാ, നീയല്ല എപ്പോഴും നിന്നെ കാണാൻ ലുക്കാന്ന് സ്വയം തന്നെ പൊക്കി പറയുന്നത്, അപ്പൊ നീ ആദ്യം അയക്ക്. ഏതിന് ഇവള് മെസ്സേജ് അയക്കുമ്പോഴാണ് അവനും യെസ് എന്നെ കാണാൻ ലുക്ക, അത് ഞാൻ സമ്മതിച്ച്, നിനക്ക് ഫോട്ടോ അല്ലേ വേണ്ടേ, ഞാൻ ഇപ്പൊ അയച്ചുതരാം. ഏതിന് അവനായിട്ട് ചാറ്റ് ചെയ്തോണ്ട് ഇവളിങ്ങനെ നടന്നു വരുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് അവള് ഗുവോടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കാണും. അങ്ങനെ ഇത് കണ്ടിട്ട് അവളും അവനറിയ നൈസിന് ഫോട്ടോ എടുക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് ആ എടുത്ത ഫോട്ടോസ് ഒക്കെ ഇവന് സെൻഡ് ചെയ്യാൻ വേണ്ടി പറയും. ഇത് കേട്ട് അവളും മൊത്തം ഷോക്കായി. എന്നെയാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് അവന്റെ കൂട്ടുകാരൻ നടന്നു വരും. എടഗു നിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ പൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഏതിന് അവന്മാരുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു സെക്കൻഡ് മുമ്പ് ഇവള് പേടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നടന്നു പോകും. അപ്പോഴാണ് ഗു വീണ്ടും അവൾക്ക് മെസ്സേജ് അയക്കുന്നത്, നിനക്ക് എന്റെ ഫോട്ടോ ആണെന്ന് പറഞ്ഞില്ലേ, ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അയച്ചുതരട്ടെ. ഏതിന് ആ മെസ്സേജ് കണ്ടിട്ട് ഇവളും ഒരു ഗു ആയിരിക്കും ഹങ്ക് എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് അവനെ നോക്കുമ്പോഴാണ് അവനൊരു കാർട്ടൂണിന്റെ സ്റ്റിക്കർ അയച്ചു തന്നേക്കും. ഇത് കണ്ട് ഇവളും വെറുതെ ഗുവാൻ തെറ്റിരിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ഓരോ ദിവസം ഇവര് ഗെയിം കളിച്ച് നല്ല കട്ട ചങ്ക്സ് ആകും. അങ്ങനെ ഒരു ദിവസം അവൻ ഗെയിം കളിക്കാൻ വിളിച്ചിട്ട് ഇവള് വരാത്തോണ്ട് അവനും ദേഷ്യത്തിരിക്കും. ഇത് മനസ്സിലാക്കി അവളും ഇൻഡയറക്റ്റ് ആയിട്ട് അവനോട് സോറി ചോദിക്കാൻ ട്രൈ ചെയ്യും. മിസ്റ്റർ ഹങ്ക് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ഏതിന് ഇവള് മെസ്സേജ് അയക്കുമ്പോൾ അവന് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്തിരിക്കും. അതിനുശേഷം വേറെ ദിവസം ഗു ഒരു കമ്പനി ചേരാൻ പോകുന്നുണ്ട്, അവന് ഗെയിം കളിക്കാൻ ഇന്ന് പറ്റത്തില്ലെന്ന് പറയും. ഇത് കണ്ടിട്ട് അവള് റിപ്ലൈ ഇടാതിരിക്കുമ്പോഴാണ് അവൻ ഇവള് പറഞ്ഞ പോലെ ഒരു കഥ പറയട്ടേയും ചെയ്യിക്കും. പക്ഷെ അവളത് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഗു ഈ മെസ്സേജ് അയച്ചത് ഇവളുടെ കമ്പനി അന്ന് ജോലിക്ക് ചേരുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഇതാണ് ഇവർ തമ്മിലുള്ള ഫ്ലാഷ് ബാക്ക്. അതിനുശേഷം ഇപ്പോ ഗു അവൾക്ക് പറഞ്ഞ അഡ്വൈസ് കേട്ടിട്ട് അവളുടെ കൂട്ടുകാരും ചോദിക്കും, എടി ചീലിംഗ് നിന്റെ ഓൺലൈൻ ഫ്രണ്ടിനെ നീ ഇതൊരു നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നീ അവൻ പറയുന്ന അഡ്വൈസ് ഒക്കെ അങ്ങ് മൊത്തത്തിൽ വിശ്വസിക്കുന്ന? ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവളും അതിനിപ്പോ എന്തുവാ, അവനൊരു ആൺകുട്ടിയല്ലേ, അവൻ അറിയായിരിക്കുമല്ലോ മറ്റുള്ളവരെ കുറിച്ചും. ആണോ എങ്കിൽ പിന്നെ ഞാനിപ്പോ ഗൂഗിളിൽ തപ്പിയതാ, എങ്ങനെയാണ് അവൻ പറഞ്ഞ പോലെ ഒരു ഡീസന്റ് ആയിട്ടുള്ള പെൺകുട്ടിയായിട്ട് നിനക്ക് മാറാന്ന്. നിനക്കൊരു പയ്യനെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ കലിപ്പിച്ച് അവനെ വഴക്കുറയല്ലേ, അതിന് പകരമായിട്ട് ക്യൂട്ടായിട്ട് അവനോട് സംസാരിക്കണം, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലടാന്ന്. പിന്നെ രണ്ടാമത് നീ എപ്പോഴും മറ്റുള്ളവർ നിന്നെ കണ്ടിട്ട് പാവം തോന്നുന്നോലായിരിക്കണം നിന്റെ റിയാക്ഷൻ ഒക്കെ. വല്ലവരും നിന്നോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ നീ അവരോട് സ്നേഹത്തിൽ കരയുന്ന പോലെ സംസാരിക്കണം. പ്ലീസ് എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, ഞാൻ കരയും. പിന്നെ അവസാനമായിട്ട് നോർമൽ ആയിട്ടുള്ള രീതി, അതായത് ആരെങ്കിലും ശല്യപ്പെടുത്തുകയാണെങ്കിൽ മേലെ എൻ്റെ അടുത്ത് സംസാരിച്ചോലെന്ന് അവരെ വാൺ ചെയ്യുന്നത്. എന്നെ കൂട്ടുകാർ അറിയുമ്പോഴാണ് ഇവളും അവസാനം പറഞ്ഞ കറക്റ്റാ. ആദ്യത്തെ രണ്ടെണ്ണം എന്തുവാ, നമ്മളെന്ത് ഇത്രയ്ക്ക് പാവമായിട്ട് ആക്ട് ചെയ്യണോ? എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ച ഞാൻമാരെ അടിച്ചു ഒട്ടിക്കും. ആണോ നിനക്ക് അവൻ പറഞ്ഞ പോലെ ക്യൂട്ടായിട്ടുള്ള ഗേൾ ആണെങ്കിൽ അതിന് ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ രണ്ട് ടൈപ്പ് ആണ് നീ. എടി ഇങ്ഷു സത്യമായിട്ടും എല്ലാ ആൺപിള്ളേർക്കും ക്യൂട്ടായിട്ടുള്ള പെണ്ണുങ്ങളെ മാത്രം ഇഷ്ടപ്പെടത്തുള്ളൂ. ഒരേശേ ഗൂന് അങ്ങനത്തെ പെൺപിള്ളേരെ ഇഷ്ടമാണെങ്കിൽ ഇനി തൊട്ട് ഞാൻ എപ്പോഴും ഷൈ ആയിട്ടും ക്യൂട്ടായിട്ടൊക്കെ ആക്ട് ചെയ്യത്തുള്ളൂ. എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരത്തേ ഇല്ല. എന്നിട്ട് അവളും ക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുമ്പം കൂട്ടുകാരിക്ക് വൊമിറ്റ് വരും. അതിനുശേഷം ചീലിങ് കമ്പയർ എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇവള് ഗെയിമിനൊക്കെ യൂസ് ആകുന്ന പോലെ സ്വന്തമായിട്ട് ഒരു ക്യാരക്ടർ പടം വരച്ച് വെബ്സൈറ്റിനകത്ത് ഇട്ട് കാണും. അങ്ങനെ അത് നല്ല രീതിക്ക് ഹിറ്റ് ആകുമ്പോഴാണ് കുറെ പേര് ഇവളുടെ പോസ്റ്റ് കണ്ടിട്ട് കമന്റ് ഇട്ടേക്കും ഇവളുടെ ഡ്രോയിങ് ഒക്കെ പൊളിയാന്ന് പറഞ്ഞ്. ഇതോടെ അവള് സന്തോഷത്തി. എങ്കിൽ പിന്നെ അവളുടെ ഇൻസ്റ്റ അക്കൗണ്ടിനകത്ത് ഈ ക്യാരക്ടർ വരച്ചത് ഇവളാന്ന് പോസ്റ്റ് ചെയ്തിട്ടും ചോദിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും ഇവളെ കുറിച്ച് ആരും അറിയാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞ് സീക്രട്ട് ആയിട്ട് തന്നെ വേറൊരു പേര്
പേര് ഇവള് വരച്ച പടമൊക്കെ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ ഡ്രോയിങ് ഒക്കെ കണ്ട് അവൾക്കൊരു മെയിൽ വന്നേക്കും. ഹലോ, നിങ്ങളുടെ ഡ്രോയിങ്സ് ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു, അതൊക്കെ വേറെ ലെവൽ. അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിയിലേക്ക് നിങ്ങളൊരു ഗെയിമിന് വേണ്ടി ക്യാരക്ടേഴ്സ് ഒക്കെ വരച്ചു തരാമോ? ഒരു പടത്തിന് 30,000 വെച്ച് ശമ്പളം തരാം. ഏതിന് ആ മെയിൽ കണ്ടിട്ട് ഇവള് മൊത്തം ഷോക്കാവും. ഇത്രയ്ക്കും പൈസയോ? ആകെ എന്റെ ഒരു ഡ്രോയിങ് ഹിറ്റ് ആയുള്ളൂ. അതിനുമ്പേ കമ്പനിയിൽ നിന്നൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങിയ. ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്ത കമ്പനിയെക്കാളും ഇത് 10 മടങ്ങ് ശമ്പളം കൂടുതലാ. ഏതിന് ഇവള് പറയുമ്പോഴാണ് കൂട്ടുകാരും, എടി ചീലിങ്, ഒരു പടത്തിന് ഇത്ര ശമ്പളം കിട്ടുമെങ്കിൽ ഞാൻ പണ്ട് തൊട്ട് നിന്നെ പോലെ വെബ്സൈറ്റിലോട്ട് ഇറങ്ങിയാണ്. പക്ഷെ എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഈ പൈസക്കൊക്കെ നീ എനിക്ക് ചെലവ് ചെയ്യണം. ഏതിനെ കൂട്ടുകാർ പറയുമ്പോഴാണ് അവളും, ഓ ഇങ്ഷു, ഞാൻ റിച്ചായി പിന്നെ നിനക്ക് ഫുള്ളും ചെലവല്ലേ. ഏതിന് ഇവളും പറഞ്ഞോടെ കൂട്ടുകാരി സ്നേഹത്തെ ഹഗ് ചെയ്യും. ചീലിങ്, ഞാൻ വിചാരിച്ചത് നീ എന്നെ ഒറ്റയ്ക്കാക്കുമെന്ന്. ചീലിങ്, നീ എപ്പോഴും ബെസ്റ്റ്. ഏതിന് ഇവരുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവള് ജോലി ചെയ്തോണ്ടിരുന്ന ആ കമ്പനിയിൽ നിന്ന് ഫോൺ വരും. ആ മാനേജർ ഹുവാങ്, നിങ്ങൾ ഇന്നിനെ രാവിലെ വിളിച്ച. ചീലിങ്, നീ കമ്പനി വെച്ച് നിന്റെ ഗ്ലൗസ് ഒക്കെ വെച്ചിട്ടോയല്ലേ, നിനക്ക് വേണ്ടേ? അത് നിനക്ക് വേണേ ഞാൻ കൊണ്ടുവന്ന് തരാം. ഏതിന് അവര് പറഞ്ഞോടെ ഇവള് പെട്ടെന്ന് ഷോക്കായി. മിസ്, നിങ്ങൾ നിന്നെ കഷ്ടപ്പെട്ട് എന്റെ ഗ്ലൗസ് തരാൻ വേണ്ടി ഇവിടേക്ക് വരുന്നത്, ഞാൻ തന്നെ നേരിട്ട് അവിടേക്ക് വരാം. ഏതിന് അവളും ഗൂവിനെ കാണുന്ന സന്തോഷത്തിൽ പെട്ടെന്ന് പോയി ഫ്രഷ് ആകും. എടി, ഞാൻ ഗ്ലൗസ് എടുക്കാൻ വേണ്ടി എന്റെ കമ്പനിയിലേക്ക് പോവാ. ഏതിന് അവളും കൂട്ടുകാരോട് പറയുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവളും, അവിടെ പോകുന്നേ കൊള്ളാം, പക്ഷെ നിന്നെ കണ്ടിട്ട് അവൻ വീണ്ടും മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിനക്ക് വിഷമാകത്തില്ല. എടി, അവൻ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അതെന്റെ തെറ്റാ. ഞാൻ അവനെ ഇംപ്രസ് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവൻ എന്നെ മൈൻഡ് ചെയ്യാത്ത. അതുകൊണ്ട് ഈ തവണ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഞാൻ ക്യൂട്ട് ഗേൾ ആയിട്ട് അവിടെ പോകാൻ പോവാ. ഞാൻ പോയി പ്രാക്ടീസ് ചെയ്തിട്ട്. ഏതിന് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ കൂട്ടുകാരും ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയും. അങ്ങനെ ഇവളും ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവള് വരുന്ന കണ്ട് ഗൂ ലിഫ്റ്റ് അടയ്ക്കാതെ അവൻ കൈയും കൊണ്ട് തടഞ്ഞു നിർത്തും. അപ്പോഴാണ് ഇത് കണ്ട് ഇവൾ അടുത്തേക്ക് വന്നിട്ട്, താങ്ക് യു, എനിക്ക് വേണ്ടി ഡോറ് തടഞ്ഞു നിർത്തിയതിന്. ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ തടഞ്ഞു നിർത്തല്ലേ, അത് ഡേഞ്ചറാ. നിന്റെ കൈക്കൊല്ലം പറ്റിയാലോ. ഞാൻ വെയിറ്റ് ചെയ്ത് പതിയെ പോയിക്കോളാം, പക്ഷെ കൈ പോയാൽ തിരിച്ച് കൈ വരുമോ? ഏതിന് ഇവളും ക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് ഇവൾക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവൻ ഷോക്കായിരിക്കും. അപ്പോഴാണ് ഇവൾക്ക് തടസ്സമായിട്ട് അവിടെ ഗൂവിന്റെ കൂട്ടുകാരനും വരുന്നത്. സോറിടാ, ഞാൻ ഒരു കോഫി എടുക്കാൻ മറന്നുപോയി, അതാ പെട്ടെന്ന് വരാൻ പറ്റാത്ത. ഏതിന് അവൻ അകത്തേക്ക് കയറുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് അവൻ ലിഫ്റ്റ് തടഞ്ഞു നിർത്തിയത് അവന്റെ കൂട്ടുകാരന് വേണ്ടിയാണ്. അതോടെ അവൾക്ക് വമ്പൻ നാണക്കേട്. അതുകൊണ്ട് വേറെ എന്തേലൊക്കെ ചെയ്ത് അവന് മയക്കെടുക്കാൻ നോക്കുമ്പോഴാണ് കുറച്ച് മുടിയൊക്കെ നൂത്തിയിട്ട് ഷോ കാണിക്കാന്ന് പറയുമ്പോഴാണ് ലിഫ്റ്റ് അടയുമ്പം ഇവളുടെ മുടി അതിനകത്ത് ചെന്ന് കുടുങ്ങും. അതോടെ അവളും പേടിച്ച് നിലവിളിക്കുമ്പോഴാണ് ഇത് കണ്ട് അവനും പതിയെ മുടി എങ്ങനെ എടുത്ത് വയ്ക്കും. ജസ്റ്റ് അതിന്റെ അകത്തോട്ട് പോയെന്നേ ഉള്ളു, ഇതിനൊന്നും പേടിക്കണ്ട. ഏതിന് അവനും പറയുമ്പോഴാണ് അവൾ അവനെ കണ്ടിട്ട് താങ്ക്സ് പറയും. അപ്പോഴാണ് ഇവളെ കണ്ടിട്ട് കൂട്ടാനും സംസാരിക്കും. ചീലിങ്, നീ ഇത് നേരത്തെ കമ്പനി വന്നല്ലേ? ഏതിന് അവനും ചോദിക്കുമ്പോ തന്നെ ഗു അവള് ജോലി നിർത്തിയ കാര്യം പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും പുറത്തേക്ക് ഇറങ്ങിയിട്ട്, അപ്പൊ ഗുവിന് എന്നെ അറിയാം, ഞാൻ ജോലി നിർത്തിയ കാര്യമൊക്കെ അവൻ അറിയാല്ലേ, എങ്കിൽ പിന്നെ ഇനി കുറച്ച് സമയം കൂടെ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, എന്നാലേ അവന് മാർക്കായിരിക്കത്തുള്ളൂ. ഏതിന് അവളും കുറച്ച് സമയം കൂടെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കും. ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ചീലിങ്ങും ക്യൂട്ടായിട്ട് ആക്ട് ചെയ്ത് എങ്ങനെയൊക്കെ ഗൂവിനെ മയക്കെടുക്കാൻ നോക്കും, പക്ഷെ അവൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ അവളും കുറച്ച് സമയം കൂടെ ഗൂവിനെ ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യും. അങ്ങനെ അതിനുവേണ്ടി ഇവളുടെ മാനേജറിന്റെ അടുത്ത് നിന്ന് അവൾക്ക് ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴാണ് മാനേജർ ഇതേടി ഷോക്കായി. ചീലിങ്, നീയായിട്ടില്ല ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ഇപ്പൊ പെട്ടെന്ന് എന്തോ ഇങ്ങനെ ഒരു മാറ്റം? ഏതിന്റെ അവർ ചോദിക്കുമ്പോഴാണ് അവളും, ഓ അതൊന്നില്ല മാം, ഞാൻ പോകാൻ ശേഷം ആലോചിച്ച എനിക്ക് ഈ ജോലി ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന്. എനിക്ക് ഗെയിമിങ്ങിന് പടം വരയ്ക്കുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ അത് കുറെ മിസ് ചെയ്ത്. ഏതിന് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് മാനേജർ ആലോചിച്ചിട്ട്, ചീലിങ്, പക്ഷെ ഞാനല്ല നിന്നെ ജോലിക്ക് എടുക്കുന്ന, നമ്മുടെ ബോസാ. സാധാരണ ബോസിന് ജോലിന്ന് പുറത്തു വരുന്ന ഇഷ്ടപ്പെടത്തില്ല, ഇപ്പൊ നീ വീണ്ടും തിരിച്ചു വരുവാണ്, എനിക്കറിയത്തില്ല എന്തോ പറയാൻ പോന്നേന്ന്. ഏതിന് ഇവര് പറഞ്ഞിട്ട് അവളും ടെൻഷനാകും. എന്നാലും മാം, നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്, നിങ്ങൾ ഇവിടുത്തെ മാനേജർ അല്ലേ, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ അവർ കേൾക്കും. വേണേ എനിക്ക് ഈ ജോലി തന്നാലും കുഴപ്പമില്ല, മറ്റേ പുതിയതായിട്ട് ഗൂവിനെ അപ്പോയിന്റ് ചെയ്തില്ല, എനിക്ക് അവിടെ ജോലി തന്നാലും മതി. ഏതിന് ഇവളും ചോദിച്ചു നോക്കുമ്പോൾ അവനും ബോസിനോട് സംസാരിച്ചു നോക്കിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ചീലിങ്ങിന്റെ കൂടെ ജോലി ചെയ്ത ഒരു ചേച്ചി അവിടേക്ക് വന്നിട്ട് അവളെ വിളിച്ചോണ്ടേ സംസാരിക്കും. ചീലിങ്, നീ പോയതിനു ശേഷം മറ്റേ ലീഡർ ഇല്ല കുറെ ഓവർ ഷോ കാണിക്കാൻ തുടങ്ങി. നീ ഇവിടെ ഉള്ളത് വരെ ഓരോ ഗെയിമിന്റെ ക്യാരക്ടറും പക്കായിട്ട് വരച്ചു കൊടുത്ത്, പക്ഷെ അതിനുശേഷം അത് നിലനിർത്താൻ വേണ്ടി നമ്മുടെ ലീഡർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവൻ എത്ര വരച്ചു നോക്കിയിട്ടും നിന്നെ പോലെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബോസിന്റെ അടുത്ത് നിന്ന് കുറെ വഴക്ക് കിട്ടി. ഇപ്പതാ നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഇത്ര സമയം വെറുതെ ഇരുന്നിട്ട് നിന്റെ ഫ്രണ്ട് ഷോ കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്ന പോലെ ആക്ടിങ് ചെയ്തോണ്ടിരിക്കുക. ഏതിനെ ചീലിങ്ങിനെ വിളിച്ചോണ്ട് ഇവര് അകത്തേക്ക് പോകുമ്പോഴാണ് ആ ലീഡറും എല്ലാവരും ഫ്രണ്ട് വെച്ച് ഷോ കാണിച്ചോണ്ടിരിക്കും. ഗായ്സ്, നിങ്ങളൊരു കാര്യം അറിഞ്ഞായിരുന്നോ? ചീലിങ് ജോലി എടുത്തിട്ട് ഇന്നലെ പോയതുള്ളു, പക്ഷെ അവൾ ഇന്ന് വന്നിട്ട് മാനേജറിനോട് വീണ്ടും ജോലിക്ക് ചേരാൻ പറ്റുമെന്ന് ചോദിച്ചാണെന്ന് തോന്നുന്നു. കാരണം അവര് ബോസായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ചീലിങ്ങിനെ വീണ്ടും ജോലിക്ക് ചേർക്കുന്നതിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ അത് കേട്ടിട്ട് വന്നേ ഉള്ളു. മാനേജർ അവളെ കുറിച്ച് സംസാരിക്കുമ്പോ തന്നെ അങ്ങേര് കട്ട കലിപ്പായി. അവളെന്ത് അവളുടെ ഇഷ്ടത്തിന് ജോലി നിർത്തി പോകാനും തിരിച്ചു വരാനും അവളുടെ വീടാണ് ഇതെന്നൊക്കെ ചീലിങ്ങിനെ കുറിച്ച് കുറെ വഴക്ക് പറഞ്ഞു. പോരാതെ ഈ കമ്പനിക്ക് ഇനി ചീലിങ്ങിന് ആവശ്യമില്ലെന്ന് അങ്ങേര്
പറഞ്ഞ്. അപ്പൊ 100% കൺഫേം ആയി അവൾ തിരിച്ച് ഇവിടേക്ക് വരത്തില്ലെന്ന്. ഈ ചീലിംഗ് പോലെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഇപ്പം കുറച്ച് ഓവറായിട്ടാ പോകുന്നത്. അവർക്ക് തോന്നുമ്പോഴേക്ക് ഇറങ്ങിപ്പോയാൻ ബോസ് പറഞ്ഞാൽ ഇതൊക്കെ എന്താ അവരുടെ വീടാണ്. ഷേ ഏതിന് ഇവളെ കുറിച്ച് പുറയുന്ന മോശമായിട്ട് കുറെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം ചീലിംഗ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇവരെല്ലാം പുറേ ആരാ നിൽക്കുന്നതെന്ന് നോക്കാൻ പറയും. ഇതോടെ ലീഡറും ആരാന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ ചീലിംഗ് നിൽക്കുന്നുണ്ടിട്ട് പെട്ടെന്ന് വാക്ക് മാറ്റും. ഓ ചീലിംഗ്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചോണ്ടിരുന്നില്ല. ബോസ് നിന്നെ കുറിച്ച് എന്താണ് പറഞ്ഞ അത് ഞാൻ ഇവരോട് പറഞ്ഞോണ്ടിരുന്ന. ആ ബോസിന് മനസ്സാക്ഷി ഇല്ലല്ലോ. നീ കമ്പനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാണ്. നിന്നെ വീണ്ടും ജോലി കയർത്ത് എന്തോ തെറ്റ്. എന്തെങ്കിലും ലീഡർ ആക്ട് ചെയ്യുമ്പോഴാണ് ഇത് മനസ്സിലാക്കിയവളും. ആണോ? പക്ഷെ നിങ്ങൾ ഇപ്പോഴെങ്ങും അല്ല എന്നെ കുറിച്ച് മോശമായിട്ട് പറയാൻ തുടങ്ങിയ. ഞാൻ എപ്പോഴാണ് ഇവിടെ ജോലി കയറുന്നത് അപ്പൊ തൊട്ട് എന്റെ പുറേ എന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. പിന്നെ തന്നെ ഇപ്പൊ നല്ലവനെ പോലെ ആക്ട് ചെയ്യുന്നത്. ഏതിന് ഇവള് പറഞ്ഞിട്ട് അവനും ദേഷ്യപ്പെടുമ്പോഴാണ് പെട്ടെന്ന് ഇവർ റെഡി ആയിക്കൊണ്ടിരുന്ന ഗെയിമിന് എന്തോ ചെറിയ ബഗ് എന്ന് പറഞ്ഞ് ഇവെല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കും. കാരണം ഇവരെല്ലാം ജോലി ചെയ്യുന്നത് ആ ഗൂന് ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാളുടെ ഗെയിമിനാണ്. ഇയാളുടെ പേരാണ് ജിയാങ്. അങ്ങനെ അവൻ അവിടേക്ക് വന്നിട്ട് എന്തോ പ്രശ്നം ചോദിക്കുമ്പോഴാണ് അവരെ അടുത്തേക്ക് വന്നിട്ട് പറയും, മിസ്റ്റർ ജിയാങ്, നമ്മൾ റെഡിയായ ഗെയിമിന്റെ ഡാൻസിങ് പോസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന്. അത് സ്ട്രക്കായി നിൽക്കുക. ഗെയിം കളിക്കുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഫുള്ള് നെഗറ്റീവ് കമന്റ്സ്. ഏതിന് ഇവമാരും പറയുമ്പോഴാണ് അവനെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ആ ബഗ് ഫിക്സ് ചെയ്യാൻ പറയും. അങ്ങനെ ഇവല്ലാതെ ഫിക്സ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇവരെ കൊണ്ട് ശരിയാക്കാൻ പറ്റത്തില്ല. വീണ്ടും ആ ഗെയിം ഇങ്ങനെ സ്ട്രക്കായി തന്നെ നിൽക്കും. അപ്പോഴാണ് ജിയാങ് മൊബൈൽ എടുത്ത് നോക്കിയിട്ട് ഇവരുടെ ഗെയിമിനെ കുറിച്ച് കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ കാര്യം ഫിക്സ് ചെയ്യാൻ പറയും. അപ്പോഴാണ് ആ വഴി കൂടെ പോയിക്കൊണ്ടിരുന്ന ഗൂയി കണ്ടിട്ട് അടുത്തേക്ക് വരും. എന്തോ പ്രശ്നം, ഞാൻ വേണം നോക്കട്ടെ. ഏതിന് അവൻ ഇവരെ സഹായിക്കുമ്പോഴാണ് ഇത് കണ്ട് ഇവെല്ലാം ഷോക്കാവും. ഇതല്ലേ ഗു, നമ്മുടെ മിസ്റ്റർ ജിയാങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നവൻ, ഇവൻ എന്തിന് ഇവിടെ നിന്ന് സഹായിക്കുന്നത്? ഏതിന് അവെല്ലാം ഷോക്കായിരിക്കുമ്പോഴാണ് അവന് സിസ്റ്റത്തിലല്ല പ്രശ്നം എന്ന് പറഞ്ഞ് ഇവിടുത്തെ സെർവർ അവിടെ ജയിക്കും. അതിനുശേഷം അവൻ അവിടേക്ക് ചെന്ന് എന്തേലും പൊടിയല്ല അകത്തേക്ക് കയറിയതുകൊണ്ടാണോ ഗെയിം സ്ട്രക്കായി നോക്കുമ്പോഴാണ് ഇവൻ വിചാരിച്ച പോലെ തന്നെ അകത്തൊരു വണ്ട് കാണും. അതോടെ അവനത് പുറത്തേക്ക് എടുത്തിട്ട് ഇത് കാരണം ഗെയിം സ്ട്രക്കായി എന്ന് പറയുമ്പോഴാണ് അവരെല്ലാരും കൂടെ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ ഗുവിനെ കുറിച്ച് പൊക്കി പറയാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് കേട്ട് ജിയാങ്ങിന് ഇഷ്ടപ്പെടാതെ, മോനെ ഗു, ഇത് നിന്റെ ലക്ക, അല്ലാതെ എല്ലാരും പറയുന്ന വെച്ച് നീ ജീനിയസ് ആണെന്നൊന്നും വിചാരിക്കണ്ട. ഏതിന് ഇവനും പറയുമ്പം ഗുവ എന്ന് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവനെ കണ്ട് ചീലിങ് സന്തോഷത്തിരിക്കുമ്പോഴാണ് ആ ചേച്ചിയും ഇതല്ലേ ഗൂന്ന് അവളോട് ചോദിച്ചോണ്ടിരിക്കും. അതിനെ ശിവെല്ലാരും കൂടെ വേണേ അവർ ഇവിടുന്ന് ഗൂവിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പോയി ജോലി ചെയ്യാന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജിയാങ്ങിനെ കട്ടക്കലിപ്പായി അവെല്ലാം വഴക്കുറയും. നിങ്ങൾക്കെന്തോ ഫ്രീ സമയമാണിത്, ആദ്യം പോയി ജോലി. ഒരു ബഗ് വന്നാൽ അത് ഫിക്സ് ചെയ്യാൻ പോലും അറിയത്തില്ല. ഏതിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് മാനേജറും ചീലിങ്ങിന് ഫോൺ വിളിക്കുന്നത്. ചീലിങ്, ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞില്ല ആ ബോസ് നിന്നെ ജോലി കേൾക്കുന്നത് ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് നിനക്ക് ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഏതിന്റെ മാനേജർ പറയുമ്പോഴാണ് അവളും ഓക്കെ എങ്കിൽ പിന്നെ മാം, ഞാനിവിടെ ജോലി നിർത്തുന്നതിന് മുമ്പ് ഒരു ഗെയിമിന് വേണ്ടി ക്യാരക്ടർ ഞാൻ വരച്ചോണ്ടിരുന്നല്ലേ, അത് നീ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? കാരണം ഞാൻ വരച്ച ഡ്രോയിങ് ഹിറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ആ ഡ്രോയിങ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കുമല്ലേ ഈ കമ്പനിക്ക് നല്ലത്. ഏതിന് ഇവൾ എങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് കേട്ട് അവരും പറയും, ചീലിങ്, നീ ആ ഡ്രോയിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും ബോസിന് അത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ നിന്നെ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ലോ, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏതിന്റെ മാനേജർ പറഞ്ഞോടെ അവൾക്കെല്ലാം പിടികിട്ടിയിട്ട് ശരിയെന്നാ, ഇനി ഞാൻ നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ പിന്നെ വിളിക്കാം. ഏതിന് അവള് ഫോൺ കിട്ടിയവരാണ് അവിടേക്ക് ആ ചേച്ചിയും വന്നിട്ട്, ചീലിങ്, മാനേജറാണ് ഇപ്പൊ വിളിച്ചത്, അവരെന്ത് പറഞ്ഞു? അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ഞാനൊരു ഡിസിഷൻ എടുത്ത് ഞാൻ വീണ്ടും ഈ കമ്പനി ജോലി ചെയ്യാൻ വേണ്ടി റെസ്യൂം എഴുതാൻ പോവാ. ഒരു പക്ഷേ എനിക്കിവിടെ ജോലി കിട്ടിയാലോ? ഏതിന് ഇവള് പറയുമ്പോഴാണ് അവര് ഫീവറൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട്, ചീലിങ്, നീ ഓക്കെ അല്ലേ? നീ റെസ്യൂം അയച്ചാലും ബോസിനെ അറിയാം അത് നീയാന്ന്. പിന്നെ നീ വീണ്ടും എന്തിനാ ഈ മണ്ടന്റെ താഴെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? കണ്ടോ, ദാ വിളിച്ച ലീഡർ, ഇവന് സ്വന്തമായിട്ട് ഒരു പണി അറിയത്തില്ല, എപ്പം നോക്കിയാലും എന്നെ ഹെൽപ്പിന് വിളിക്കുന്നത്. ഏതിന് അവരവിടെ നിന്ന് പോവും. അപ്പോഴാണ് ഇവൾക്ക് ഗോ മെസ്സേജ് അയക്കുന്നത്. ഡബിൾ ട്വിസ്റ്റ്, ഈ ആകാശം കണ്ടോ, കാണാൻ പട്ടിയെ പോലെ ഉണ്ട്. ഏതിന് അവൻ അയക്കുമ്പോഴാണ് അവളും, ആ കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ട്, ഞാനിപ്പോ കമ്പനി നിൽക്കുക, ഞാൻ പിന്നെ മെസ്സേജ് അയക്കാം. ഏതിന് ഇവള് മെസ്സേജ് അയക്കുമ്പോഴാണ് അവനും, അതെന്തുവാ നീ ജോലിന്ന് പുറത്തായെന്നല്ലേ പറഞ്ഞ, പിന്നെ എന്തിനാ അവിടെ പോയാ? എടാ എന്റെ ഇപ്പൊ ഒട്ടും പൈസ ഇല്ല, പിന്നെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ നീ എനിക്ക് പൈസ തരുമോ? അങ്ങനെയാണ് എനിക്ക് കുറച്ച് പൈസ അയച്ച. ഏതിന് ഇവള് മെസ്സേജ് അയക്കുമ്പം എന്റെ അടുത്ത് 100 വരല്ലേ മോളെന്ന് പറഞ്ഞിട്ട് അവൻ ഓഫ്ലൈനിലാവും. അങ്ങനെ അന്ന് രാത്രി ഇവളും കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇവളുടെ ലീഡർ വരച്ച ക്യാരക്ടറിന്റെ ഡ്രോയിങ് റിലീസ് ചെയ്തേക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ഇവളും, അയ്യേ ഇങ്ങേരെന്തോ അണ്ടർവെയർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ വരച്ചേക്കുന്നത്, ഇയാൾക്ക് ഇതാണ് ടേസ്റ്റ്. എന്നിന് ഇവള് ആ കമന്റ് ഒക്കെ വായിച്ചു നോക്കുമ്പോഴാണ് എല്ലാരും ആ ഡ്രോയിങ് കളിയാക്കുന്ന രീതിയിൽ കുറെ ഇങ്ങനെ കമന്റ് അയച്ചേക്കും. അപ്പോഴാണ് ഇവൾക്ക് ആ സമയത്ത് മാനേജർ ഫോൺ വിളിക്കുന്നത്. ചീലിങ്, നീ ആ ഡ്രോയിങ് കണ്ടായിരുന്നോ? അത് പോസ്റ്റ് ചെയ്തതിനു ശേഷം അവൻ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, എന്തിനു ഇതൊക്കെ വരച്ചേന്ന്. എന്നിന്റെ മാനേജർ പറയുമ്പോഴാണ് അവളും, ഓ മാം, അപ്പൊ ഇതായിരുന്നോ കുറെ ദിവസമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഇതിനകത്ത് ക്യാരക്ടറിന്റെ ബോഡി ഫുള്ളും കാണിച്ചു വെച്ചേക്കുവാണല്ലേ. എന്നിന് ഇവരുടെ ഒരു ലീഡറിനെ കളിയാക്കുമ്പോഴാണ് അവരും ചീലിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ നോക്കും. അത് പിന്നെ നിനക്ക് നമ്മുടെ കമ്പനി വീണ്ടും ജോലിക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ വേറെ കുറച്ച് കമ്പനിയൊക്കെ നിന്നോട് പറയട്ടെ, എനിക്കറിയാവുന്ന കുറച്ച് കമ്പനി ഉണ്ട്, അവിടെ ഇപ്പൊ ആൾക്കാരൊക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കുക. ഏതിന് ഇവർ ചോദിക്കുമ്പോഴാണ് അവളും, ഓ വേണ്ട മാം, ഇനിയിപ്പം ഞാൻ വേറെ എങ്ങും പോകുന്നില്ല, എനിക്ക് കോളേജിൽ പഠിക്കാനൊക്കെ ഉണ്ട്, എനിക്ക് ഈ കമ്പനി ആയിരുന്നു എളുപ്പം, എങ്കിൽ പിന്നെ ഗുഡ് നൈറ്റ്. ഏതിന് ഇവള് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് അവളുടെ കൂട്ടുകാർ മെസ്സേജ് അയക്കുന്നത്, എടി ചീലിങ്, നീ ഇവിടെ നമ്മുടെ കോളേജിലേക്ക് വാ, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് പ്രാക്ടീസ്
ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് അവളുടെ മെസ്സേജ് കണ്ടിട്ട് ഇവൾ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകും. അപ്പോഴാണ് യിങ്ഷുവോടെ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ട് ഇവൾ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ചടിക്കും. എടി യിങ്ഷു, നമ്മ രണ്ട് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാന്നല്ലേ പറഞ്ഞ, നീ മാത്രം എന്റെ പുറന്ന് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണോ? നിനക്ക് മാത്രം ഗ്രേഡ് മാർക്ക് കൂടി കിട്ടിയാല. എന്നിട്ട് ഇവള് അടിക്കുമ്പോഴാണ് അവൾ അവിടെ നിന്ന് രക്ഷോട്ട് പോകാൻ നോക്കും. പക്ഷെ ഇവള് സമ്മതിക്കാതെ അവളെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ താത്തു വെക്കും. എടി, ഞാൻ കുറെ ആലോചിച്ച് നോക്കി, നമ്മുടെ ഫൈനൽ എക്സാം വരുമ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കാലൊടിഞ്ഞ പോലെയൊക്കെ ആക്ഷൻ കാണിക്കാം. അങ്ങനെയാണ് സാറ് നമ്മളോട് ചെറിയ സഹതാപമൊക്കെ തോന്നി നമുക്ക് മാർക്ക് കൂട്ടി തന്നാലോ, എന്താ പറയുന്നത്? എന്നിട്ട് ഇവൾ അവളുടെ കാലിൽ തൊട്ട് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവൾ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി അത് ആരാന്ന് കാണിക്കുന്നത്. അത് യിങ്ഷു അല്ലായിരുന്നു, ഗു ആയിരുന്നു. അതോടെ ഇവനെ കണ്ട് അവള് ഷോക്കായി. ഗൂഷുൻ, നീ എന്ത് ഇവിടെ ചെയ്യുന്നത്? എന്നിട്ട് ഇവള് ഞെട്ടുമ്പോഴാണ് അവനും ഇതാര്, പാമ്പോ നീ എന്തോ ഉദ്ദേശിച്ച? എന്നിട്ട് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും പഴയതൊക്കെ എടുത്തു പറയും. നിനക്ക് ഓർമ്മയില്ല അന്ന് സ്വന്തം ടീമിനെ തന്നെ കൊന്ന് നീ ഫൗള് കാണിച്ചില്ലേ? എന്നിട്ട് ഇവനും പറയുമ്പോ തന്നെ അവൾക്കെല്ലാം മനസ്സിലായെന്ന് പറയും. അതിനുശേഷം അവളും എങ്കിബിനെ കമ്പനി വെച്ച് ചീലിങ്ങിന് അറിയാമെന്ന് ഇവളുടെ ലീഡർ ഇവനോടും ചോദിച്ചപ്പം എന്തിനാ അറിയത്തില്ലെന്ന് പറഞ്ഞു ചോദിക്കും. അപ്പോഴാണ് അവൻ ആകെ അറിയുന്ന ഇവളുടെ പേര് പാമ്പ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. കാരണം ഇവളുടെ പേര് ചീലിങ്ങാന്ന് അവൻ അറിയത്തില്ല. അതിനുശേഷം ഇവളും തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് അവളുടെ കൂട്ടുകാരോട് വഴക്കുണ്ടാക്കും. എടി പ്രാന്തി, നീ എന്തോടി കാണിച്ച? ഗ്രൗണ്ടിൽ എന്നെ വരാൻ പറഞ്ഞിട്ട് നീ അവിടെ ഇല്ലല്ലേ, ഇത് നിന്റെ പ്ലാനാ അല്ലേ? എന്നിട്ട് ഇവള് ദേഷ്യപ്പെടുമ്പോഴാണ് അവളും എന്തോ പറ്റി, നിനക്കിപ്പോ സന്തോഷമായിരിക്കുമല്ലേ, ഞാൻ നിന്നെ ഹെൽപ്പ് അല്ലേ ചെയ്ത, ഇപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല പരിചയമായി കാണുമല്ലേ? എന്നിന്നെ കൂട്ടുകാർ പറയുമ്പോഴാണ് അവളും ഒന്ന് പോടി, അവിടെ ഞാൻ സാധാ രീതിയിൽ അവനോട് സംസാരിച്ച എന്റെ ക്യൂട്ടായിട്ടുള്ള ആക്ടിങ് മൊത്തത്തിൽ നഷ്ടപ്പെട്ട്. ചീലിങ്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരേശ അവന് നിന്നെ പോലെ പെമ്പിളർ ഇഷ്ടമാണെങ്കിലോ നിനക്ക് അവൻ സെറ്റ് ആവത്തില്ല. ഒന്ന് മിണ്ടായിരിക്കടി, ഞാൻ മൊത്തത്തിൽ കട്ട ദേഷ്യത്തില്ല. അവൻ എന്നെ കണ്ടിട്ട് പാമ്പെന്ന് വിളിച്ച്, പിന്നെങ്ങനെ അവൻ എന്നെ ഇഷ്ടപ്പെടാൻ? എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ഗൂവും ഗെയിം കളിക്കാൻ വേണ്ടി ഇറങ്ങും. ഡഫ്റ്റിസ്റ്റ് ഓൺലൈനിൽ വാ, നമുക്ക് ഗെയിം കളിക്കാം. എന്നിട്ട് അവളെ വിളിച്ചു വരുത്തുമ്പോഴാണ് അതേസമയം ഇവള് വന്ന കാര്യം അറിയാതെ അവന്മാരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അങ്കിള്, ഞാനൊരു 5-6 പെണ്ണുങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരോട് പോയി ഗെയിം കളിച്ചാലോ? എന്നിട്ട് ഇവന്മാർ ചോദിക്കുമ്പോഴാണ് അയാളും ശരിയാടാ, പക്ഷെ ഡഫ്റ്റിസ്റ്റോ അവളെ വിളിക്കണ്ടേ? എന്നിട്ട് ഇവരൊക്കെ ചാറ്റ് ചെയ്യുമ്പോഴാണ് അവൾ ഇത് കണ്ട് ചിരിച്ചിട്ട് നിങ്ങൾ പോയി പഞ്ചാര അടിച്ചോ, ഞാനൊന്നില്ല. എന്നിട്ട് ഇവളുടെ മെസ്സേജ് കണ്ട ഉടനെ ഇവള് ഓൺലൈൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അവരൊക്കെ പെട്ടെന്ന് കളി നോർത്തും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് ഗൂവും ചിരിച്ചിട്ട് എങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർക്ക് ഒരു ഗെയിം കളിച്ചാലോ? എന്നിട്ട് ഇവർ രണ്ടുപേരും മാത്രം ഗെയിം കളിക്കും. അപ്പോഴാണ് അവളും കുറച്ച് മോശമായിട്ട് കളിക്കുന്നുണ്ട്. ഇവനും ചോദിക്കും ഡഫ്റ്റിസ്റ്റ്, നിനക്ക് എന്തോ പറ്റി? ഇന്ന് നീ നിന്റെ ഫോമിലല്ലല്ലോ, എന്തായാലും പ്രശ്നം ഉണ്ടായോ? അതിനെ കുറിച്ച് പറയണ്ട, നീ പറഞ്ഞ പോലെ എന്റെ ക്രഷിന്റെ ഫ്രണ്ട് ക്യൂട്ടായിട്ടൊക്കെ ആക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ അതൊന്നും നടന്നില്ല, മൊത്തത്തിൽ എല്ലാം ഫെയിലായി. എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഒരേശ അവന് വേറെ ലൈൻ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് അവളും പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ അവനെ സ്നേഹിച്ചോയില്ല, അവന്റെ സന്തോഷം എനിക്ക് വലുത്. അവന്റെ ലൈനായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, ഞാനിവിടെ സൈലന്റ് ആയിട്ട് സന്തോഷപ്പെട്ടോണ്ടിരിക്കും, അല്ലാതെ ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും നിന്റെ സംസാരം കേട്ടിട്ട് നീ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാ ചെയ്യുന്നതെന്ന് തോന്നുന്നത്. എന്നിട്ട് അവനും സംസാരിച്ചോണ്ട് ഇവൾക്ക് കിട്ടേണ്ട കില്ലൊക്കെ അവൻ ഷൂട്ട് ചെയ്ത് ജയിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളും ദേഷ്യത്തി, എടാ അവനെ ഞാനായിരുന്നു ഔട്ടാക്കണ്ട, നീ എന്തിനാ ഔട്ടാക്കിയ? എന്നിട്ട് ഇവരുടെ പരസ്പരം അടിയാകും. അപ്പോഴാണ് ഇതെല്ലാം കണ്ടിട്ട് അവളും ഈ ഹങ്കിന് എന്തോ പറ്റി, ഈ ഇടയ്ക്കായിട്ട് അവന് കുറച്ച് ദേഷ്യം കൂടുതലാ. എന്നിട്ട് ഇവളും പറഞ്ഞോണ്ടിരിക്കും, കാരണം ചീലിങ് അവളുടെ ക്രഷിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇവന് ഫുള്ളും ജലസാകുക. ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ചീലിങ്ങും അവളുടെ ക്രഷിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഗൂവിന് ജലസായി കാണും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ ഇവരണ്ടും ഗെയിം കളിച്ചതിന് ശേഷം ഈ ഇടയ്ക്കായിട്ട് എന്തിനാ ഹങ്ക് ദേഷ്യപ്പെടുന്നതെന്ന് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവള് വേറെ കമ്പനി ജോലി അന്വേഷിക്കുമ്പോഴാണ് അയാളും ചീലിങ്ങിന്റെ പ്രായം കണ്ടിട്ട് പഠിക്കുന്ന കൊച്ചാണെന്ന് ചോദിക്കും. അതോടെ അവൾക്ക് പിടികിട്ടി ഇവൾക്ക് ഇവിടെ ജോലി കിട്ടാൻ പോകുന്നില്ലെന്ന്. അപ്പോഴാണ് അയാളും ചീലിങ്ങിന്റെ വർക്കൊക്കെ കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടും. ഈ പടമൊക്കെ നീയാണോ വരച്ചത്? ഇത് കാണാൻ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വരയ്ക്കുന്നല്ലോ. എന്നിട്ട് അയാൾക്ക് ഇവളോട് ഇൻട്രസ്റ്റ് വരുമ്പോഴാണ് പെട്ടെന്ന് ഇവള് ജോലി ചെയ്തോണ്ടിരുന്ന മറ്റേ കമ്പനിയിലെ മാനേജർ ഇവളെ ഫോൺ വിളിക്കും. അങ്ങനെ അത് കണ്ടിട്ട് അവളും അമ്മ അർജന്റ് കാര്യമായിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവള് നൈസിന് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കും. അപ്പോഴാണ് ഫോൺ എടുത്ത് സംസാരിക്കുന്നത് ജിയാങ് ആയിരുന്നു. അങ്ങനെ അവനും ഇവള് പകുതി വെച്ച് നിർത്തിട്ട് പോയ ആ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവള് വീണ്ടും ജോലിക്ക് വിളിക്കും. അങ്ങനെ ഇത് കേട്ട് അവള് ഷോക്കായിരിക്കുമ്പോഴാണ് ഇവളെ നാളെ തന്നെ വരുവാണെങ്കിൽ ഇവളുടെ ശമ്പളവും കുറച്ചും കൂടെ കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അതോടെ ചീലിങ് സന്തോഷെത്തി. ഇനിയിപ്പോ ഇവൾക്ക് പഴയതുപോലെ ആ കമ്പനി തന്നെ ജോലി ചെയ്ത് ഗൂവിനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങേര് ഇവളുടെ പ്രൊഫൈൽ മൊത്തത്തിൽ കണ്ടിട്ട് മൊത്തത്തിൽ ഇംപ്രസ് ആയി പോകും. മോളെ, നിനക്ക് ഇവിടെ ജോലി ഉറപ്പാ. എന്നിട്ട് ഇങ്ങേരും പറയുമ്പോ തന്നെ അവൾ പെട്ടെന്ന് ഫയലൊക്കെ വാങ്ങിക്കും. സോറി സാർ, എന്റെ അമ്മ പറഞ്ഞ് തൽക്കാലം പഠിച്ചാൽ മതിയെന്ന്, അതുകൊണ്ട് ഞാൻ ജോലിക്കൊന്നും ചേരുന്നില്ല. എന്നിട്ട് അവള് പെട്ടെന്ന് അവോയ്ഡ് ചെയ്ത് പോയതോടെ ഇയാൾ മൊത്തം ചമ്മി പോകും. അതിനുശേഷം അന്ന് വൈകിട്ട് ഇവരും കോളേജ് വെച്ച് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ചീലിങ് അവളുടെ കൂട്ടുകാരും കൂടെ തെറ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് പരസ്പരം ഇടിച്ച് വീണോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ചീലിങ്ങും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ് ഇവർക്ക് ഗ്രേഡ്
ഗ്രേഡ് മാർക്കൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഓപ്പോസിറ്റ് ഇവരുടെ PT സാറ് ഗൂവിനെ അവന്റെ കൂട്ടാനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പനാണ് ഇവനെ കണ്ടിട്ട് ഇവളും പെട്ടെന്ന് ഒളിയുന്നത്. അപ്പനാണ് കൂട്ടുകാരിയും, എടി ചീലിങ്, നിനക്ക് അവനെ സെറ്റ് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എപ്പോഴെങ്കിലും ഒളിഞ്ഞിരിക്കല്ലേ, അവന്റെ ഫ്രണ്ടിൽ ചെന്ന് അവനെ ഇംപ്രസ് ചെയ്യണം. നീ വേണേ ചുമ്മാ ഒന്നും കൂടെ അവന്റെ ഫ്രണ്ടിൽ ക്യൂട്ടായിട്ട് ആക്ട് ചെയ്ത് നോക്ക്, ചിലപ്പോ വീന്നു പോയാലോ. നിന്നെ കൂട്ടുകാരും പറയുമ്പോഴാണ് അവൾ ആലോചിച്ചിട്ട് എങ്കിൽ പിന്നെ ഇങ്ഷു നമുക്കൊരു ഐഡിയ ചെയ്യാം, നമ്മൾ പരസ്പരം തെറ്റിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഭേദം അവരുടെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഗൂവിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം, നീ അവന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ട് നീ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യും, എന്നാലും എനിക്ക് ഗൂവിനെ കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് അവരുടെ അടുത്തേക്ക് ചെല്ലും. അപ്പനാണ് ചീലിങ് അവന്റെ അടുത്ത് നിന്നിരിക്കുന്നുണ്ട്. ഇവനും പേടിച്ച് പുറമോട്ട് മാറും. ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്തല്ലോ, ഞാനും ഗൂവും കൂടെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം, അതേപോലെ നീ എന്റെ കൂട്ടുകാരായിട്ട് ചെന്ന് പ്രാക്ടീസ് ചെയ്തോ, അപ്പൊ നമ്മൾ തമ്മിൽ നല്ല പരിചയമാകും. എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് കൂട്ടുകാരനെ സന്തോഷത്തി, അത് കൊള്ളാല്ല, ഞാൻ നിന്റെ കൂട്ടുകാരായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കും. അപ്പനാണ് ഇത് കണ്ട് ഗൂവും ഇവളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് അവൻ ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ ഇവനെ മൈൻഡ് ചെയ്ത ഇങ്ഷുമായിട്ട് അവിടെ നിന്ന് പോകും. അപ്പനാണ് ചീലിങ് ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് വീണ്ടും ക്യൂട്ടായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. ഗൂ, ഞാൻ കുറച്ച് വീക്ക് ആയതുകൊണ്ട് എനിക്ക് ഈ ലയന്റെ തലയൊന്നും പിടിച്ച് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല, ഞാൻ ബാക്കിൽ നിന്നോളാം, നീ തലയും പിടിച്ച് ആട്ടി കളിച്ചോ. എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് അവൻ ഇവളെ മൈൻഡ് ചെയ്യാതെ ബാക്കിൽ ചെന്ന് നിൽക്കും. അതോടെ അവളും ചമ്മി പോയിട്ട് വെയിറ്റ് ഉള്ള സാധനം ഞാൻ തന്നെ പൊക്കണമെന്ന് പറഞ്ഞിട്ട് ഇവ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അപ്പനാണ് അവളും, ഗൂഷുൻ, ഞാൻ കുറച്ചും കൂടെ സ്പീഡിൽ പോണോ അല്ലെ പതിയെ പോണോ, നിനക്ക് എന്റെ കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ച. എന്നിട്ട് ഇവൾ അവനോട് സംസാരിക്കാൻ നോക്കിയാലും അവൻ സൈലന്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിരിക്കും. അപ്പനാണ് ഇങ്ങനെയൊന്ന് പോയാൽ പോലെ പറഞ്ഞ് അവൾ ആക്ട് ചെയ്യും. ഗൂഷുൻ, ഈ ലയന്റെ തലയൊന്ന് പിടിക്കാവോ, എനിക്ക് ലോ ഷുഗറാ, എനിക്ക് തലയിറക്കം വരുന്നു, ഇതൊന്ന് പിടിച്ച. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇവളെ കൊണ്ട് ശല്യമായിപ്പോയെന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിരിക്കും. അപ്പനാണ് അവിടേക്ക് സാറും വന്നിട്ട് ഞാൻ പിടിക്കാം, നിനക്ക് എന്തോ പ്രശ്നം ഇപ്പം. ഏതിനെ സാറിനെ കണ്ടതോടെ അവളും പേടിച്ചിട്ട് എനിക്കൊന്നും പ്രശ്നമില്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യാം. ഏതിന് അവന്റെ കൂടെ വീണ്ടും അവൾ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. എടാ ഗു, നിനക്ക് എന്നോട് ദേഷ്യമില്ലല്ലേ, നിന്നെ അവളുടെ കൂടെ ഒറ്റയ്ക്കാക്കിയതിന്. അവള് നമ്മുടെ കോളേജിലെ സുന്ദരി കുട്ടിയാളാ, അവള് നിന്റെ പുറം ഇരുന്നത് നിന്റെ ഭാഗ്യ. ഏതിന് ഇവനും പറയുമ്പോഴാണ് ഗൂവും ദേഷ്യത്തി അവനിപ്പോ ആരോടും താല്പര്യമില്ലെന്ന് അറിയും. അപ്പരാണ് അവനും, എടാ നിനക്ക് ഡഫ്റ്റിസ്റ്റിന് ഇഷ്ടമായതുകൊണ്ടാണോ ബാക്കി ആരും മൈൻഡ് ചെയ്യാത്ത. ഏതിന് ഇവനും ഗസ് ചെയ്തോടെ ഗു അവനോട് ദേഷ്യത്തി മിണ്ടായിരിക്കാൻ പറയും. അതിനുശേഷം ഗു റെഡിയാക്കാൻ പോകുന്ന ഗെയിമിന് നല്ല പ്രോഗ്രാമറിനെയും ഒരു ലീഡറിനെയും കണ്ടെത്തും. പക്ഷെ അവന് ഗെയിമിനുള്ള ക്യാരക്ടർ വരയ്ക്കാനുള്ള ആർട്ടിസ്റ്റിനെ മാത്രം കിടത്തില്ല. അങ്ങനെ നല്ലോണം പടം വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോന്ന് പറഞ്ഞ് അവന് നെറ്റിനകത്ത് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്ത് ചീലിംഗ് വരച്ച ആ ട്രെൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടർ വരും. ഇത് കണ്ട് അവളും ഇവളുടെ പടമൊക്കെ കൊള്ളാന്ന് പറഞ്ഞാലും ഇവൾക്ക് എക്സ്പീരിയൻസ് കാണത്തില്ലെന്ന് പറഞ്ഞ് അവളെ വേണ്ടെന്ന് വെക്കും. അതിനുശേഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും തപ്പുമ്പോഴാണ് വേറൊരാളിനെ കിട്ടുന്നത്. അങ്ങനെ അവൻ ആ വ്യക്തിയോട് ചാറ്റ് ചെയ്ത് എങ്ങനെയും ഇവന്റെ ഗെയിമിൽ ആർട്ടിസ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴാണ് അവനും ഗു വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് പറയുമ്പോൾ തന്നെ ഇവന് വേണ്ടി വർക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവനെ ബ്ലോക്ക് ചെയ്യും. അപ്പോഴാണ് ഇവന്മാർക്ക് സംശയം വന്നിട്ട്, എടാ നമ്മുടെ കമ്പനിയുടെ പേര് പറഞ്ഞപ്പം ഇവൻ എന്തിനാ നമ്മുടെ താഴെ വർക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ, പോരാതെ ഇവൻ വരച്ച പടമൊക്കെ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്, നീ ഇവൻ ആരെയൊന്നും തപ്പി കണ്ടുപിടിക്കാവോ. എന്നിനെ കൂട്ടാനോട് പറയുമ്പോഴാണ് അവന് ഷോക്കായി, എന്തോ ഞാൻ കണ്ടുപിടിക്കാനോ, പിന്നെ നീ അല്ലാതെ ഞാൻ കണ്ടുപിടിക്കണോ, പോയി കണ്ടുപിടിക്കടാ, എല്ലാ ജോലി എന്റെ തലയിലാക്കാൻ നോക്കണോ. എന്നിനെ ഗു അവന്റെ കൂട്ടാനെ പറഞ്ഞേക്കും. അതിനുശേഷം അടുത്ത ദിവസം ചീലിംഗ് വീണ്ടും കമ്പനി ചെന്ന് ജോയിൻ ആവും. അപ്പോഴാണ് മാനേജർ ഇവളെ കണ്ട് സന്തോഷത്തി ഇനി ഇതേപോലെ ഇവള് ജോലിയിൽ നിന്ന് പുറത്തായ വീണ്ടും തിരിച്ച് അപ്പോയിന്റ് ചെയ്യത്തില്ലെന്ന് അവര് വാൺ ചെയ്യും. അപ്പോഴാണ് അവളും ചിരിച്ചോണ്ട് ഇനി ഇവിടെ നിറക്കി വിട്ടാൽ പോലും ഇവള് പോകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവളും ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ കയറ സ്റ്റാഫും വന്നിട്ട് മാനേജറായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. മാം, ഈ ഡോക്യുമെന്റിനകത്ത് ഗു സൈൻ ഇടണം. ഏതിന് അവരൊന്ന് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഷീലിങ്ങും അവരുടെ അടുത്തേക്ക് ചെല്ലും. മാം, നിങ്ങൾ ഇവിടെ ബിസി ആയിട്ട് വർക്ക് ചെയ്യല്ലേ, ഞാൻ ഗുവിന്റെ അടുത്തുനിന്ന് സൈൻ വാങ്ങിച്ചിട്ട് തരാം. ഏതിന് ഇവള് വയ്ക്കുമ്പോഴാണ് അവരും ഓക്കെ, എനിക്കത് വലിയ ഉപകാരമായി പോയി, കാരണം ഇതിനു മുമ്പേ ഞാൻ സൈൻ വാങ്ങിക്കാൻ നോക്കി, പക്ഷെ ആ ഗു എനിക്ക് സൈൻ ഇട്ടില്ല, നീയെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ടോ. ഏതിന്റെ മാനേജർ ഇവളെ പറഞ്ഞു വയ്ക്കുമ്പോഴാണ് ഇവളും ഗുവിനെ ചെന്ന് മീറ്റ് ചെയ്യാൻ സന്തോഷത്തി അവനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനവിടെ ഡോക്യുമെന്റ്സ് ഒക്കെ കോപ്പി എടുക്കുന്നുണ്ട്. ഇവള് സൈഡിൽ ഒളിഞ്ഞിരിക്കും. ചീലിംഗ്, നീ മാത്രം ഇപ്പൊ അവന്റെ ഫ്രണ്ട് വെച്ച് ക്യൂട്ടായിട്ട് ഹോട്ട് ആക്ട് ചെയ്ത പിന്നെ അവൻ നിനക്ക് വീണു. എന്നിട്ട് അവളും സ്വപ്നത്തെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവന്റെ ഫ്രണ്ട് അങ്ങനെ ആക്ട് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടുത്തെ ഫാൻ അടിച്ച് ഇവളുടെ ഇരിക്കുന്ന ഡോക്യുമെന്റ് മൊത്തത്തിൽ പറന്നു വന്നത്. അതോടെ അവൾ എല്ലാം പോയെന്ന് പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ തപ്പി എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ഗു അടുത്തേക്ക് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് ഇവളും താഴേക്ക് ഇരുന്നിട്ട്, ഗുഷുൻ, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണ്ട, ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തോളാം, പക്ഷെ എന്നെ എഴുന്നേപ്പിക്കാൻ മാത്രം ഹെൽപ്പ് ചെയ്യാവോ. എന്നിട്ട് ഇവളും കൈ കൊടുക്കുമ്പോഴാണ് അവൻ അപ്പം തന്നെ അവന്റെ സീറ്റ് ചെന്നിരുന്നാണ്. ഇതോടെ അവളും ചമ്മിപ്പോയിട്ട് ആ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തോണ്ട് അവന്റെ അടുത്തേക്ക് ചെല്ലും. ഗുഷുൻ, നീ ബിസിയാന്നറിയാം, പക്ഷെ എന്റെ മാനേജർ നിന്റെ അടുത്തിരുന്ന് ഈ ഡോക്യുമെന്റിനകത്ത് സൈൻ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് അവനും, നീ ജോലിന്ന് പുറത്തായതില്ല, പിന്നെ നിന്നെ നീ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അതോ, ഞാൻ ജോലിന്ന് പുറത്തായില്ല, ഞാൻ വീണ്ടും ജോലി കയറുന്നു, അതുകൊണ്ട് ഈ ഡോക്യുമെന്റ് മാത്രം സൈൻ ചെയ്ത് തരാമോ. എന്നിട്ട് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, പറ്റത്തില്ല, ഞാൻ അവരോട് പറഞ്ഞായിരുന്നില്ല ഈ ഡോക്യുമെന്റ് അത് സൈൻ ചെയ്യത്തില്ലെന്ന്. എന്നിട്ട് ഇവനെ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് അവളും ഡോക്യുമെന്റ്
ഡോക്യുമെന്റ് എടുത്ത് അവന്റെ അടുത്തേക്ക് വെച്ചിട്ട് നീ സൈൻ ഇട്ടാലേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയുമ്പോഴാണ് അവൻ അവൾ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് അവളുടെ കൺട്രോൾ മൊത്തത്തിൽ പോയിട്ട് എടാ ഇതിനകത്ത് സൈൻ ചെയ്ത് എന്തുവാ പ്രശ്നം, നിനക്കിത് വായിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഇതിന് ഇടയ്ക്കിടയ്ക്ക് അവളുടെ ദേശീയക്ക് ഇങ്ങനെ കയറി വരുമ്പോഴാണ് അവനൊരു സെക്കൻഡ് ഷോക്കായിട്ട് നിനക്ക് വേറെ പണിയുണ്ട് അത് പോയി നോക്കാൻ പറയും. അതിനുശേഷം അവളും വേറെ വഴിയില്ലാതെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവളുടെ ഡ്രസ്സ് അവിടുത്തെ സ്റ്റാച്ചുവിനകത്ത് കുടുങ്ങും. പക്ഷെ ഇതൊന്നും അറിയാതെ അവളും ഗൂ ആയിരിക്കും പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഗൂഷുൻ നിന്നെ വിളിച്ചിരുത്തി സോറിയും ചോദിക്കണ്ട, എനിക്ക് നിന്നോട് ദേഷ്യമില്ല. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും ആരോപിക്കുന്നു സോറി, നിന്റെ ഡ്രസ്സ് എന്റെ വിലപ്പെട്ട സ്റ്റാച്ചുവിനകത്ത് കുടുങ്ങിയിരിക്കുക, അത് പൊട്ടിക്കല്ലേ. ഏതിന് ഇവനും പറഞ്ഞോടെ അവളും ഡ്രസ്സായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അപ്പനാണ് ഇവളെ കണ്ട് ഇവളുടെ സീനിയർ അടുത്തേക്ക് വരുന്നത്. ചിലിങ് നിന്നെ വീണ്ടും ജോലി കേൾക്കാൻ വേണ്ടി ഞാൻ മിസ്റ്റർ ജിയാങ്ങിനോട് സംസാരിച്ച നീ റെഡി ആയിക്കൊണ്ടിരുന്ന മറ്റേ ക്യാരക്ടർ ഇല്ല, അത് നിന്നെ കൊണ്ടേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടുത്തെ ഒരു ബെസ്റ്റ് ആർട്ടിസ്റ്റ് നീയാന്ന് ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് നീ അത് പ്രൂവ് ചെയ്ത് കാണിക്കണം. നിനക്ക് പകരം വേറെ ആരെ കൊണ്ട് ഇത്രയ്ക്ക് നല്ല രീതിക്ക് വരയ്ക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ ഇറക്കാൻ പോകുന്ന ക്യാരക്ടർ ന്യൂ ഇയറിന് സ്പെഷ്യൽ ആയിട്ടാ. അതുകൊണ്ട് എനിക്ക് നാളെ തന്നെ ഈ പടം വരച്ച് നീ കാണിക്കണം. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ ആരെങ്കിലും നോക്കാം. ഏതിന് സീനിയറും പറയുമ്പം അവള് നാളെ തന്നെ വരച്ചരാന്ന് പറയും. അപ്പോഴാണ് അവിടേക്ക് ലീഡർ വന്നിട്ട് അയ്യോ ചിലിങ് നിനക്ക് വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ എന്നോടും പറയണേ, ഞാൻ വേണേ നിനക്ക് വരും വേറെ ഒരാളെ സെലക്ട് ചെയ്ത് തരാം. എന്തായാലും നീ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയല്ലേ, നിന്നെ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് വരച്ചെടുക്കാൻ പറ്റത്തില്ല. എന്നെ ലീഡർ ആക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും ദേഷ്യത്തി ആണോ, പക്ഷെ നിങ്ങളൊരു കാര്യം മറന്നുപോയി, ഞാൻ നല്ലോണം പടം വരച്ചില്ലെങ്കിൽ അത് എന്റെ തെറ്റ് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പിന്റെ തെറ്റാ. ലീഡറിന്റെ സ്ഥാനത്തിന് മിക്കവാറും നിങ്ങളെ ജോലി നിന്ന് പുറത്താക്കും. എനിക്ക് ഇവിടുന്ന് പോയാലും ഞാൻ കോളേജിൽ ഇപ്പം പഠിച്ചിറങ്ങുന്നേ ഉള്ളൂ, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ തപ്പി പോയിക്കോളും. പക്ഷെ നിങ്ങൾ കുറെ വർഷമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുക, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കിയ നിങ്ങളുടെ ഫാമിലിയൊക്കെ എന്തോ അതൊക്കെ ഒന്ന് ആലോചിക്കണം കേട്ടോ. എന്നിന് ഇവളും പേടിപ്പിച്ചിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് അങ്ങേരും കട്ട കലിപ്പി അവളെ നിലവിളിച്ചോണ്ടിരിക്കും. അതിനുശേഷം ചീലിങ്ങും അന്ന് രാത്രി ഫുൾ ആ കമ്പനി തന്നെ ഇരുന്നോണ്ട് ഇവൾ ആ ക്യാരക്ടർ വരയ്ക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് സെക്കൻഡ് റെസ്റ്റ് എടുക്കാതെ കഷ്ടപ്പെട്ട് അവളും പടം വരച്ച് അടുത്ത ദിവസം സീനിയറിനെ കാണിക്കുമ്പോഴാണ് അയാൾ ആ ഡ്രോയിങ് കണ്ടിട്ട് ചീലിങ് നീ എന്ത് പടാ വരച്ചേക്കുന്നത്, ജസ്റ്റ് ഈ ക്യാരക്ടർ കാണാൻ ഹാൻസം ആണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫേസിനകത്ത് റിയാക്ഷൻ ഒന്നുമില്ല. നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ഇയറിന് സ്പെഷ്യൽ ആയിട്ടാ. അപ്പം എന്തെങ്കിലും ചാർമിംഗ് ആയിട്ടോ ക്യൂട്ടായിട്ടോ അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് വേണം ആ ക്യാരക്ടറിനെ റെഡിയാക്കാൻ. ഇതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു നോർമൽ ആയിട്ടുള്ള ക്യാരക്ടർ. ഇനി നിന്നോട് ഈ ജോലി ഏൽപ്പിച്ചത് എന്റെ തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിന്നെ കൊണ്ട് ഇത് നാളെ തന്നെ റെഡിയാക്കാൻ പറ്റുമോ, ഒരു ദിവസം കൂടെ സമയം തരാം. എന്നിന് സീനിയറും ചോദിക്കുമ്പോൾ അവളും സോറി പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അവൾ നാളെ തന്നെ റെഡിയാക്കി തരാന്ന് പറയും. അപ്പനാണ് ഇതെല്ലാം കണ്ട ലീഡർ ഇവളെ കളിയായിക്കൊണ്ട് പോകുന്നത്, മിക്കവാറും ഞാനായിരിക്കും ഇത് വരയ്ക്കാൻ പോകുന്നത്. ഏതിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കണ്ട് മറ്റേ ചേച്ചിയും പറയും ഇങ്ങേർക്ക് വട്ടളകിയിരിക്കുകയാണ്. അതിനുശേഷം അവളും ചിരിച്ചിട്ട് വീണ്ടും അന്ന് രാത്രി ഫുള്ളും കഷ്ടപ്പെട്ട് ഇവള് പുതിയ ക്യാരക്ടർ വരച്ചോണ്ടിരിക്കും. പക്ഷെ ഇവൾ എത്ര വരച്ചു നോക്കിയിട്ടും അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതിനുശേഷം ഇവൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടാൻ വേണ്ടി അവളുടെ ഗെയിമിംഗ് ഫ്രണ്ടായ ഗൂവിനെ വിളിക്കും. എടാ ഹങ്ക് ആണുങ്ങളൊക്കെ സാധാരണ ന്യൂ ഇയറിന് എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്. എന്നിന് ഇവള് മെസ്സേജ് അയക്കുമ്പോഴാണ് അവനും അതെന്തുവാ ന്യൂ ഇയറിന് അങ്ങനെ ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നൊക്കെ സെപ്പറേഷൻ ഉണ്ടോ, എല്ലാരും ഒന്നല്ലേ, അവർ ഇഷ്ടം തോന്നണം അത് ചെയ്യും. ഏതിന് ഇവർ റിപ്ലൈ ചെയ്യുമ്പോഴാണ് അവളും ഓ ബുദ്ധിശാലി, എങ്കിൽ പിന്നെ നീ ന്യൂ ഇയറിന് എന്ത് ചെയ്യും, എവിടെയെങ്കിലും കറങ്ങാൻ പോവോ. ഓ ഞാനെങ്ങും പോകത്തില്ല, ഞാൻ ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കത്തേ ഉള്ളു. എന്ത് പറ്റി, നീ എന്നെ പുറത്തേക്ക് കളിക്കുവാണോ, ഡേറ്റ് വല്ലതും ആണോ. എന്നിന് ഇവനും കളിയാക്കുമ്പോഴാണ് അവളും ദേഷ്യത്തിൽ മെസ്സേജ് അയക്കുന്നത് എടാ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, നീ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കത്തേ ഉള്ളോ, അപ്പൊ നീ വേറെ ആരായിട്ടും കറങ്ങാൻ പോകത്തില്ല. എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത് ഡഫ്റ്റിസ്റ്റ് ഞാൻ വേറൊരു പെണ്ണുമായിട്ടൊന്നും കറങ്ങത്തില്ല, ഞാൻ ചുമ്മാ ഇവിടുത്തെ പൂച്ചയായിട്ടും പട്ടിയായിട്ടൊക്കെ ടൈം പാസ് ചെയ്തോണ്ടിരിക്കും. എന്നിന് ഇവനും പറഞ്ഞോടെ പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ എത്തും. എടാ ഹങ്ക് താങ്ക്സ്, ഞാൻ നിനക്ക് പിന്നെ മെസ്സേജ് അയക്കാം. എന്നിന് അവൾ ആ ക്യാരക്ടറിനെ ഇവൻ പറഞ്ഞ രീതി വെച്ച് വരയ്ക്കാൻ നോക്കും. എന്നിട്ട് ഇപ്പം അടുത്ത ദിവസം കൂട്ടുകാരനും മറ്റേ ആർട്ടിസ്റ്റിനെ കുറിച്ച് കണ്ടുപിടിച്ചിട്ട് ഇവനോടൊന്ന് പറയും എടകു നമ്മൾ ഓൺലൈനിൽ തപ്പി കണ്ടുപിടിച്ച മറ്റേ ആർട്ടിസ്റ്റ് ഇല്ലേ അങ്ങനെ നമ്മുടെ കമ്പനിയിലെ ജോലി ചെയ്യുന്നത്. പോരാതെ നമ്മൾ എതിർത്തിരിക്കുന്ന ആ ജിയാങ് ഇല്ലേ അവന്റെ ലെഫ്റ്റ് ഹാൻഡ് ഇവൻ, അവന്റെ താഴെ ജോലി ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ഗു ഈ കാര്യമെല്ലാം കേട്ടിട്ട് ഓ ആ ജിയാങ്ങിന്റെ താഴെ ജോലി എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യത്തില്ല. പോരാതെ നമ്മൾ അവന്റെ ഡ്രോയിങ്സ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവന് നമ്മൾ ഉണ്ടാക്കുന്ന ഗെയിം റെഡിയാക്കാനാ താല്പര്യമെന്ന്. അതുകൊണ്ട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. എന്നിട്ട് ഇവ രണ്ടിന് കമ്പനി ചെന്ന് ഇവർ ഓൺലൈനിൽ കണ്ട ആർട്ടിസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അത് ആരാന്നറിയുന്നത് ചീലിങ്ങിന്റെ സീനിയർ ആയിരുന്നത്. അങ്ങനെ അവന് യുവമാരെ കണ്ടു ചോദിക്കും അപ്പൊ ഗു നീ ആയിരുന്നു ഓൺലൈൻ എന്നോട് നിന്റെ ഗെയിമിന് വേണ്ടി പടം വരച്ചു തരാമെന്ന് ചോദിച്ചത്. എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് അവന്മാരുടെ ഗെയിമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. മിസ്റ്റർ വാൻ നിങ്ങൾ ഈ കമ്പനി ജോലിക്ക് വരുന്നതിന് മുമ്പേ ഞങ്ങളിപ്പോൾ റെഡിയാക്കാൻ പോകുന്ന ഗെയിമിലോടാ നിങ്ങൾക്ക് താല്പര്യം, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തോടാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഗെയിം റെഡിയാക്കാം, ഞങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ട്. ഏതിന് യുവമാരും ചോദിക്കുമ്പോഴാണ് അവനും കുറെ ആലോചിച്ച് നോക്കിയിട്ട് നീ പറഞ്ഞേക്ക് ശരിയാ,
ശരിയാ, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഗെയിമിനെക്കാളും നിങ്ങളുടെ ഗെയിമിലോട്ട് താല്പര്യം കൂടുതൽ. പക്ഷെ എന്നെ കൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോ മിസ്റ്റർ ജിയാങ്ങിന്റെ താഴെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഏതിന് ഇവന് മൊത്തത്തെ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് അവന്മാരെ ഡീൽ ചെയ്യും. എങ്കിൽ പിന്നെ മിസ്റ്റർ വാൻ, ഈ മാസം വരാൻ വന്ന ഗെയിമിന്റെ ടെസ്റ്റ് ഞങ്ങളുടെ ഗെയിം ജയിക്കുവാണ്, നിങ്ങൾ പിന്നെ ഗെയിം വരയ്ക്കുന്ന ആർട്ടിസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യോ? ഏതിന് ഇവനും ചോദിച്ചോടെ അവനും ഡീൽ ഓക്കെ എന്ന് പറയുന്ന പോലെ റിയാക്ഷൻ കാണിക്കും. കാരണം ഇവരുടെ ഗെയിമിലോട്ടാണ് അവനും താല്പര്യം. അങ്ങനെ അതിനുശേഷം ഇപ്പൊ ജിയാങ്ങിനെ കാണിച്ച അവന്റെ എംപ്ലോയീസിനോടെല്ലാം കട്ടക്കലിപ്പി സംസാരിച്ചോണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തോ ഇത്ര സ്ലോ ആയിട്ട് പോന്നെ? നമ്മുടെ ലവ് ബ്രോക്കർ എന്ന് പറഞ്ഞ ഗെയിം ഈ മാസം തന്നെ ടെസ്റ്റിന് ഇറക്കണം. നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാ വർക്കും നടത്തണം. ഇത്രയ്ക്ക് സ്ലോ ആയിട്ട് പോയാൽ എങ്ങനെ? ഏതിനെ ജിയാങ്ങും ദേഷ്യപ്പെടുമ്പോഴാണ് അവരൊക്കെ ഒരു മാസം കൊണ്ട് റെഡിയാക്കുന്നത് കുറച്ച് പാടാന്ന് പറയും. അതോടെ ജിയാങ്ങും ദേഷ്യത്തി പറ്റത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് പോവെന്നറിഞ്ഞ് അവനും കലിപ്പിച്ചിട്ട് പോകുമ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും കൂടെ പുകഞ്ഞിരിക്കും എങ്ങനെ ഗെയിം റെഡിയാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ്. അതേസമയം ഗു അവന്റെ ടീമായിട്ട് പക്കായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരിക്കും ഇവന്മാർ ഈ മാസത്തിനുള്ളിൽ എങ്ങനെ ഗെയിമിന്റെ പ്ലാനൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ ഇവന്മാരുടെ ഗെയിമിനകത്ത് എല്ലാ ഗെയിമിനെ പോലെ നോർമലായിട്ടില്ലാതെ കുറച്ച് ടെമ്പിൾസും പിന്നെ ഗു ആഗ്രഹിച്ച പോലെ ഇംഗ്ലീഷ് ഒന്നും ഇല്ലാതെ കൂടുതലും അവരുടെ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഇവരുടെ ടീമിൽ ഗു മാത്രമല്ലാതെ അവർക്കെല്ലാം തോന്നുന്ന ഐഡിയാസ് ഒക്കെ പരസ്പരം ഷെയർ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവരെല്ലാം ഒരുമിച്ച് കട്ടയ്ക്ക് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചീലിംഗ് പെട്ടെന്ന് ഓൺലൈൻ വരും. ഗൈസ്, ഇപ്പൊ എനിക്ക് ലഞ്ച് ബ്രേക്കാ, നിങ്ങളൊക്കെ ഫ്രീ ആണെങ്കിൽ നമുക്ക് ചുമ്മാ സംസാരിച്ചിരിക്കാം. ഏതിന് ഇവള് മെസ്സേജ് അയക്കുമ്പോഴാണ് ഗുവിന്റെ കൂട്ടാന് റിപ്ലൈ ചെയ്യുന്നത്, സോറി ഞാനും ഹങ്കും കൂടെ ഇപ്പൊ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. ഏതിന് അവന് റിപ്ലൈ ചെയ്തിട്ട് ഇവന്മാരായിട്ട് കഴിക്കാൻ പോകുമ്പോഴാണ് അവിടെ ഗുവിനെ കാണത്തില്ല. കാരണം ചീലിംഗ് ഓൺലൈനിൽ വന്നോടെ അവളുടെ കൂടെ ചാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാതെ കമ്പനി തന്നെ നിൽക്കും. അപ്പോഴാണ് ഗു ഇല്ലാത്തതുകൊണ്ട് അവന്മാരൊക്കെ അവന്റെ കൂട്ടുകാരനോട് ചോദിക്കും, അത് പിന്നെ നമ്മളുടെ ഫുഡിനുള്ള പൈസയൊക്കെ ആര് തരും? ഗു ഇല്ലല്ലോ. ഏതിന് ഇവർ ചോദിക്കുമ്പോഴാണ് കൂട്ടുകാരൻ ചിരിച്ചിട്ട്, ഞാനില്ല എന്റെ പൈസ തരാം. എന്നിന് അവന് പൈസ പോയെന്ന് പറഞ്ഞ് അവന്മാരായിട്ട് കഴിക്കാൻ വേണ്ടി പോകും. അതിനുശേഷം ഗുവും ചാറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് ചീലിംഗ് മെസ്സേജ് അയക്കും, എടാ നീ നിന്റെ കൂട്ടുകാരന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോന്നറിഞ്ഞ പിന്നെ നീ ഓൺലൈൻ അയക്കുന്ന. എന്നിന് ഇവള് മെസ്സേജ് അയക്കുമ്പോഴാണ് ഗുവും കള്ളം പറയും ഇവന് ഒറ്റയ്ക്കാക്കിയിട്ട് കൂട്ടുകാരൻ തനിച്ചു പോയെന്ന്. അപ്പോഴാണ് ഇവന്റെ മെസ്സേജ് ഉണ്ട് ഗുവിന്റെ റൂംമേറ്റും, എടാ അവൻ അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ലല്ലേ. ഞാൻ വിചാരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് ഓൺലൈനിൽ വന്നോണ്ട് നീ ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി അവന്റെ കൂടെ പോകാത്തതാണ്. എന്നിട്ട് യുവമാരൊക്കെ ചാറ്റ് ചെയ്യുമ്പോഴാണ് ചീലിംഗ് ഈ മെസ്സേജിന്റെ ഷോക്കായി. അപ്പൊ ഗുവിന് ലൈൻ ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ മെസ്സേജ് കണ്ടിട്ട് അങ്കിളും, ഓ അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല, വേണേ അവന്റെ റൂംമേറ്റിനോട് ചോദിച്ചു നോക്ക്. എടാ വീട്ടെ ഗുവിന് ലൈൻ വല്ലതും ഉണ്ടോടാ. എന്നിട്ട് ഇവരൊക്കെ ചാറ്റ് ചെയ്യുമ്പോഴാണ് ഗു ഇതൊക്കെ കണ്ട് ടെൻഷനായിരിക്കും. എങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്തോ, ഞാൻ ഇവിടുന്ന് പോട്ടെ. എന്നിട്ട് ഇവൻ ദേഷ്യപ്പെടുമ്പോഴാണ് അവനും, ആ എനിക്കിപ്പോ പിടികിട്ടി, ഗുവിന് ലൈനൊന്നുമില്ല, പക്ഷെ അവനൊരു കൊച്ചിന് ഇഷ്ടമെന്ന് തോന്നുന്നു, എപ്പം നോക്കിയാലും അവളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അത് വേറെ ആരുമില്ല നീയാ. എന്നിട്ട് അവന് സത്യം പറഞ്ഞോടെ ചീലിംഗ് ഷോക്കായി. ഞാനോ? എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗുവും അവന്റെ ഇമേജ് മൊത്തത്തിൽ സ്പോയിലായി പോകുന്ന പറഞ്ഞ് അവന്മാരുടെ സ്ക്രീനൊക്കെ ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം അവനും ഇപ്പോഴാ സമാനം എന്ന് പറഞ്ഞ് റിലാക്സ് ആകുന്നത്. എന്നിട്ട് ഇപ്പൊ ചീലിംഗും അവള് ന്യൂ ഇയറിന് വരച്ച ക്യാരക്ടർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ആ ചേച്ചിയും വന്നിട്ട്, ചീലിംഗ് നീ വരച്ച പാടെ കൊള്ളാല്ല, ഈ ക്യാരക്ടറിന്റെ കൂടെ പൂച്ച ആഡ് ചെയ്തതാ കുറച്ചും കൂടെ ക്യൂട്ടായ, ഈ ഐഡിയ നിനക്ക് എങ്ങനെ തോന്നി? എന്നിട്ട് അവർ ചോദിക്കുമ്പോഴാണ് അവളുടെ ഓൺലൈൻ ഫ്രണ്ടാ ഇങ്ങനത്തെ ഐഡിയ വന്നതെന്ന് ഗുവിനെ കുറിച്ച് പറയും. അതിനുശേഷം അവളും കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു പട്ടിയെ കണ്ടിട്ട് ഇവളുടെ അടുത്തേക്ക് ചെല്ലും. ഓ ഈ ഡോഗി കാണാൻ ക്യൂട്ടാണല്ലോ, ഇതിന്റെ പേരെന്തോ? എന്നിട്ട് അവൾ അതുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഗു വരുന്ന കാണുന്നത്. ഇത് കണ്ട് അവളും പെട്ടെന്ന് ആ ലേഡിയോട് ഹെൽപ്പ് ചോദിച്ച് ആ പട്ടിയെ കണ്ട് പേടിക്കുന്ന ആക്ഷൻ കാണിക്കും. അയ്യോ എനിക്ക് ഈ പട്ടിയെ കണ്ട പേടിയാന്ന്, ആരെയൊക്കെ രക്ഷിക്കണേ. എന്നിട്ട് അവളും പട്ടിയെ കണ്ട പേടിക്കുന്ന പോലെ ക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഗു കണ്ട് അവൻ സഹായിക്കണോ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവരെ നോക്കി ഒരു സ്കൂട്ടർ വരുന്നത്. അതോടെ ചീലിംഗ് ആ പട്ടിക്കൊന്നാലെന്ന് പറഞ്ഞ് അവൾ അതിനെ പൊക്കുമ്പോഴാണ് അതേസമയം ഗു ഇവളെ രക്ഷിക്കും. അതിനുശേഷം അവളും പട്ടിക്കൊന്നായാലെന്ന് പറഞ്ഞ് അതിനായിട്ട് സ്നേഹിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ട് ഗു അവളോട് ചോദിക്കും, അത് പിന്നെ നിനക്ക് പട്ടിയെ കണ്ട പേടിയാന്ന് പറഞ്ഞ പിന്നെ എങ്ങനെ പെട്ടെന്ന് പേടി മാറിയ? ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, അത് പെട്ടെന്ന് മാറിയെന്ന് തോന്നുന്നു, ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ, എന്തായാലും എന്നെ സഹായിച്ചതിന് താങ്ക്സ്. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും, സോറി ഞാൻ ആ പട്ടിയെ രക്ഷിക്കാനാ വന്ന്, നീ ഇടക്കേറിയ. ഏതിന് അവന് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനവന്റെ കൂട്ടാനും കൂടെ പുറത്ത് റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന് ഡഫ് ടെസ്റ്റ് ഓൺലൈൻ ഉണ്ടോന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് അയക്കും. അപ്പോഴാണ് ഇത് കണ്ട് കൂട്ടുകാരനും, എടാ ഗു നിനക്ക് ആ ഡഫ് ടെസ്റ്റിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടോ? അവളെ നീ നേരിട്ട് പോലും കണ്ടില്ല, അതിനു മുമ്പ് പ്രണയത്തിൽ വീണുപോയി. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനും, എടാ ഞാൻ ജസ്റ്റ് ചാറ്റ് ചെയ്യുന്നേ ഉള്ളു, അല്ലാതെ നേരിട്ട് കാണാത്തവരെ ആരെങ്കിലൊക്കെ പ്രണയിക്കോ? ഏതിന് ഇവനും കുറച്ച് ആക്ട് ചെയ്യുമ്പം നിന്നെ പോലെ ഫ്രീക്കന്മാരൊക്കെ അങ്ങനെ സ്നേഹിച്ചു പോകുന്ന അവനാക്കി അങ്ങ് വിടും. അതിനുശേഷം അത് മൈൻഡ് ചെയ്യാതെ ഗു വീണ്ടും അവൾക്ക് മെസ്സേജ് അയക്കും, ഡഫ് ടെസ്റ്റ് നീ ന്യൂ ഇയറിന് എന്തോ ചെയ്യാൻ പോന്നെ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പരിപാടി ഉണ്ടോ? ഏതിന് ഇവ മെസ്സേജ് അയക്കുമ്പോഴാണ് അവളും, ഓ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഞാൻ ചുമ്മാ വീട്ടിലിരിക്കത്തേ ഉള്ളു, പറ്റുമെങ്കിൽ നമുക്കൊന്ന് കുറച്ച് ഗെയിമൊക്കെ കളിക്കാം. ഏതിന് ഇവള് മെസ്സേജ് അയക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ട് കൂട്ടുകാരനും, എടാ ഗു എങ്കിൽ പിന്നെ അവൾക്ക് ബോയ് ഫ്രണ്ട് ആണത്തില്ല, അതുകൊണ്ടല്ലേ അവള് വീട്ടിൽ ഇരുന്ന് നമ്മുടെ കൂടെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത്, നീ പേടിക്കണ്ട നിനക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ഏതിന് ഇവൻ പറഞ്ഞിട്ട് അവനും കുറച്ച് സന്തോഷപ്പെടുമ്പോഴാണ് കറക്റ്റ് അതേസമയം ചീലിംഗ് അവൾ കഴിക്കാൻ വേണ്ടി ആ കടയിൽ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് കൂട്ടാൻ ഇതായിട്ട് അവളെ വിളിക്കുന്നത്, ചീലിംഗ് ഇങ്ങുവാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്
ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിക്കാം. എന്നിട്ട് അവനും വിളിക്കുമ്പം ഗൂ ദേഷ്യത്തിൽ അവനിട്ട് ചവിട്ടും. എടാ നീ എന്തിനാണ് ഇപ്പൊ അവളെ വിളിക്കുന്നത്, നീ വേണ്ട അവളെ പോകാൻ പറ. എന്നിട്ട് ഇവൻ പറയുന്നേക്കാതെ കൂട്ടുകാരനെ അവളെ വിളിച്ചിരുത്തും. ചീലിങ് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ, ഞങ്ങൾ കുറെ ഓർഡർ ചെയ്തു അതുകൊണ്ടാ. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ഗൂവും ദേഷ്യത്തിൽ അവനിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കും. എടാ ജൂനാൻ നമുക്ക് നേരത്തെ ഹോസ്റ്റലിൽ പോകണ്ടേ, നിനക്ക് പഠിക്കാനൊക്കെ ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് കഴിക്ക്. എന്നിട്ട് ഗൂവും ദേഷ്യത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു ഫോൺ കോൾ വരും. അതോടെ അവൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവളുടെ കൂടെ ഒറ്റയ്ക്കാക്കിയെന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിലാവും. അപ്പോഴാണ് ഇവള് അവൻ പോയ ഉടനെ അവളുടെ ക്യൂട്ട് മോഡ് ആക്ടിവേറ്റ് ചെയ്യും. ഗൂഷൻ എന്നെ വിളിച്ചിരുത്തി കഴിപ്പിച്ചതിന് താങ്ക്സ്, ഞാൻ വേണേ നിനക്ക് അടുത്ത പ്രാവശ്യം ചെലവരട്ടെ. ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് അവൻ ഒറ്റയടിക്ക് അവോയ്ഡ് ചെയ്യുമ്പോഴാണ് അവള് ചമ്മി പോയിട്ട് ഇത് മൊത്തം നാണക്കേടായി പോയില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് എടുക്കാം. പിന്നെ ഗൂഷൻ നിന്റെ ഫോൺ നമ്പർ എനിക്ക് തരാമോ, നമ്മൾ മറ്റേ ലൈൻ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ, ഞാൻ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു, അതൊക്കെ നിനക്ക് ഷെയർ ചെയ്യാം. സോറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് അവന് വീണ്ടും പറഞ്ഞോടെ ഇവളിത് രണ്ടാമത്തെ തവണ ചമ്മനെന്ന് പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടും. ചീലിങ് ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ സിറ്റുവേഷൻ കുറച്ചും കൂടെ മോശമായി പോകും. ആ ഗൂഷൻ സോറി എനിക്ക് ഹോസ്റ്റലിൽ പോകാനുള്ള സമയമായി, ഞാൻ നിനക്ക് പിന്നെ ചെലവ് ചെയ്യാം. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴാണ് ഇത് കണ്ടവനും ഇവൾക്കെന്തോ രണ്ട് ക്യാരക്ടർ ഉണ്ടോ, ചില സമയത്ത് ഇവളുടെ സംസാരിക്കുന്ന രീതിയൊക്കെ മാറുന്നില്ല. എന്നിട്ട് ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് എൻ്റെ കൂട്ടുകാരനും വരുന്നത്. എന്തിയാടാ അവളെ പേടിപ്പിച്ച് പറഞ്ഞയച്ചോ? എടാ ഗു ഞാൻ അവളെ വിളിച്ചു വരുത്തിയത് നമുക്കൊരു ആർട്ടിസ്റ്റിന് ആവശ്യമില്ല, ഇവള് നല്ലോണം പടം വരയ്ക്കും, നമുക്ക് വേണേ ഇവളെ ട്രൈ ചെയ്യാം. എന്നിനെ കൂട്ടുകാരനും ചോദിക്കുമ്പോൾ അവൻ വേണ്ടെന്ന് പറയും. അതിനുശേഷം ചീലിങ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് അവളെല്ലാരും കൂടെ സ്മൈൽ ചെയ്തോണ്ടിരിക്കുന്ന ചന്ദ്രനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഇവള് ഫോട്ടോ എടുത്ത് അവളുടെ ഓൺലൈൻ ഫ്രണ്ട്സിനെ കഴിക്കുന്നത്. ഗൈസ് നിങ്ങൾ ഇതൊക്കെ കണ്ടോ, സ്മൈൽ ചെയ്യുന്ന ചന്ദ്രൻ. എന്നിട്ട് അവള് ഫോട്ടോ എടുത്തേക്കുമ്പോഴാണ് ഇത് കണ്ട് ഗൂ ഷോക്കാവും. ഇത് ഞാൻ നിൽക്കുന്ന സ്ഥലമല്ല, അപ്പൊ ടഫ് ട്വിസ്റ്റ് ഇവിടെ ഉണ്ടോ. എന്നിട്ട് അവന് കൂട്ടുകാരനെ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവൻ പുറത്തേക്ക് ചെന്ന് നോക്കും. ടഫ് ട്വിസ്റ്റ് നീ ജീജിങ് സിറ്റിയിലാണോ ഉള്ളത്? എന്നിട്ട് അവന് മെസ്സേജ് അയക്കുമ്പോഴാണ് ഇത് കണ്ട് അവൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. ഇവൻ എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉള്ള കാര്യം? എന്നിട്ട് അവൾ ആലോചിച്ചിട്ട് നിനക്ക് എങ്ങനെ അറിയാമെന്ന് മെസ്സേജ് അയക്കുമ്പോഴാണ് ഇവള് നോക്കുമ്പം ഇവൾക്ക് ഓപ്പോസിറ്റ് ഗൂവും ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അതോടെ അവൾ ഒരുപക്ഷെ ഗൂ ആയിരിക്കോ ഹങ്ക് എന്ന് പറഞ്ഞ് ഡൗട്ട് ഇരിക്കുമ്പോഴാണ് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നത്. അല്ല ആ ചിരിച്ചോണ്ടിരിക്കുന്ന ചന്ദ്രനില്ല, അത് നീയുള്ള സിറ്റിക്കകത്ത ട്രെൻഡിങ് ആയിട്ട് കാണിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ച നീ അവിടെ ആണോന്ന്. എന്നിട്ട് ഇവന് മെസ്സേജ് അയക്കുമ്പോഴാണ് ഇവൾ ഒരു സെക്കൻഡ് അവൻ ഇവിടെ എല്ലാം കാണാന്ന് പേടിച്ചോ എന്ന് മെസ്സേജ് അയക്കും. അപ്പോഴാണ് അവനും എന്തോ ഒരു ടഫ് ട്വിസ്റ്റ്, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നീ സർപ്രൈസ് ആകത്തില്ല, എന്തിനാ പേടിക്കുന്ന, നീ ഇപ്പൊ എന്ത് ചെയ്യാ ഡേറ്റിംഗ് എല്ലാം ആണോ? എന്നിനെ ഗൂ മെസ്സേജ് അയക്കുമ്പോഴാണ് അവളും ഓ ഞാൻ നിന്നോട് പറഞ്ഞില്ല, അത് ജസ്റ്റ് ക്രഷ് മാത്രമേ ഉള്ളൂ, പിന്നെ ഞാൻ ഡേറ്റ് ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ചീലിങ് വരച്ച ഡ്രോയിങ് കണ്ടിട്ട് ജിയാങ് ഇത് കൊള്ളാന്ന് പറഞ്ഞ് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇതൊക്കെ കേട്ട് ആ ലീഡർ മൊത്തം ജലസാവും. നിന്റെ ഡ്രോയിങ് ഓക്കെ എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല നീ ഇല്ലെങ്കിൽ അത് ഞാനായിരുന്നു വരയ്ക്കണ്ട. എന്നിട്ട് അവൻ അവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ ഇവള് മൈൻഡ് ചെയ്യാതിരിക്കും. അതിനുശേഷം ഇവള് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ഷോപ്പ് ചെയ്യുമ്പോഴാണ് അവളുടെ കൂട്ടുകാരി അവൾ ഫോൺ വിളിക്കുന്നത്. എടി ചീലിങ് നീ വരച്ച ക്യാരക്ടറിന്റെ കൂടെ പൂച്ചയെ കൊണ്ടല്ലേ, സാധാരണ നീ ഇങ്ങനെയൊന്നും വരയ്ക്കത്തില്ലല്ലോ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് ഇവളും ഓ അതൊന്നുമില്ല, എന്റെ ഓൺലൈൻ ഫ്രണ്ടില്ലേ ഹങ്ക്, അവൻ എനിക്ക് ഐഡിയ പറഞ്ഞന്ന്, പിന്നെ ഞാൻ പൂച്ചയെ ഗൂവിനെ ആലോചിച്ച് വരച്ച്. എന്നിട്ട് ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ലീഡർ ഇവൾക്ക് എന്താ മെസ്സേജ് അയക്കുന്നത്. അതോടെ അവള് ഫോൺ കട്ട് ചെയ്തിട്ട് അതെടുത്ത് നോക്കുമ്പോഴാണ് അവൻ ഇവളെ പേടിപ്പിക്കാൻ വേണ്ടി കുറെ മെസ്സേജ് അയച്ചേക്കും. ചീലിങ് നീ വരച്ചെടുത്ത ക്യാരക്ടർ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് എല്ലാരും മോശമായിട്ട് കമന്റ് ഇട്ടേക്കുന്നത്, പേടിക്കണ്ട നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ബോസിനോട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലോണം സംസാരിച്ചിട്ടുണ്ട്. എന്നിനെ ലീഡർ അയച്ച് മെസ്സേജ് ഉണ്ട് ഇവള് മൊത്തം ടെൻഷനാകും. അപ്പൊ മിക്കവാറും എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കും, ഇനിയിപ്പോ എനിക്ക് ഗൂവിന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നിന് അവൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് മറ്റേ ചേച്ചി അവൾക്ക് മെസ്സേജ് അയക്കുന്നത്. ചീലിങ് ആ ലീഡർ നിന്നോടെല്ലാം പറഞ്ഞായിരുന്നു, നീ വരച്ചു കൊടുത്ത ക്യാരക്ടർ മൊത്തത്തിൽ ഹിറ്റായി, എല്ലാം പോസിറ്റീവ് കമന്റാ, നീ എടുത്ത് വെച്ച് നോക്ക്. എന്നിട്ട് ഇവരും കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കുമ്പോഴാണ് അവൾ അതൊക്കെ കണ്ട് സന്തോഷപ്പെടുന്നത്. അപ്പോഴാണ് ലീഡറും പോസിറ്റീവായിട്ട് കമന്റ് വരുന്നുണ്ട്. അവൻ മൊത്തത്തിൽ കട്ട ദേഷ്യത്തിരിക്കും. ഇതൊക്കെ ആ ചേച്ചി സൈഡിൽ നിന്ന് വീഡിയോ എടുത്ത് ചീലിങ്ങിന് അയച്ചു കൊടുക്കും. എന്നിട്ട് ഇപ്പൊ ചീലിങ് സന്തോഷത്തിൽ കമ്പനിയിലേക്ക് പോകുമ്പോഴാണ് ഇവളെ ലിഫ്റ്റ് യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിന്റെ അകത്ത് ഗൂ ഒറ്റയ്ക്ക് നിൽക്കും. ഇവനെ കണ്ട് ഇവളൊരു സെക്കൻഡ് ഷോക്കായി പെട്ടെന്ന് ക്യൂട്ടായിട്ടുള്ള മൂഡിലേക്ക് പോകണമെന്ന് അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൂ ആ സമയം നോക്കി ആ ലിഫ്റ്റ് ക്ലോസ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് ഇവളും പെട്ടെന്ന് അകത്തേക്ക് കയറിയിട്ട് ഗൂഷൻ നീ എവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണോ, നമ്മൾ കോളേജ് വെച്ച് ലൈൻ ഡാൻസിംഗ് ഒക്കെ പഠിക്കണ്ടേ, നീ നാളെ ഫ്രീ ആണോ, നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് ഇവളും ചോദിക്കുമ്പോൾ അവനും ബിസിയാന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ സമയമുള്ളപ്പം പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളും ദേശീയത്തിൽ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി ആ കലിപ്പെല്ലാം അവള് ഗെയിമിൽ കാണിച്ചോണ്ടിരിക്കും. എടാ ഹങ്ക് നീ പറഞ്ഞോലെ ഞാൻ ക്യൂട്ടായിട്ടൊക്കെ ആക്ട് ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എന്തായാലും ഇന്ന് ഞാനിപ്പോ ഗെയിം കളിച്ചിട്ട് അവന്റെ കൂടെ ലൈൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാ, പക്ഷെ അവനെ കണ്ടിട്ട് എന്നെ കാണുമ്പോഴേക്ക് അവന് വെറുപ്പ് വന്നല്ലേ തോന്നുന്നത്. അവനെ സെറ്റാക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ പറഞ്ഞുതരാം. എന്നിട്ട് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും വേറെന്തുവാ, നീ ജസ്റ്റ് ക്യൂട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും, അതിന്റെ കൂടെ തന്നെ നീ എത്ര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇവനും അവളുടെ ക്രഷിന്റെ കൂടെ ഒന്നിക്കായിരിക്കാൻ വേണ്ടി കുറെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവൾ അതൊക്കെ വിശ്വസിച്ചിട്ട് ശരിയെന്നാ ഈ ഒരു തവണ മാത്രം ഞാൻ ഒന്നും കൂടെ നിന്നെ വിശ്വസിക്കാം. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഗെയിം കളിച്ചോണ്ടിരിക്കും.
എന്നിട്ട് അവളും കുറച്ച് സമയം കഴിഞ്ഞ് അവളുടെ കൂട്ടുകാരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വിളിക്കും. അപ്പോഴാണ് അവൾ പുറത്ത് ഗെയിം കളിക്കാൻ വന്നുകൊണ്ട് ഇന്ന് വരാൻ പറ്റത്തില്ലെന്ന് അറിയും. അതിനുശേഷം ഇവളും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ ഗൂ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ. അപ്പോഴാണ് ഇവള് വരുന്നിട്ട് അവനും ഇതെന്തൊരു കോലം, നീ ചുമ്മാ ആൾക്കാർ നിന്നെ കണ്ട് ചിരിക്കാൻ വേണ്ടി ഇട്ടോണ്ടിരുന്നാണോ? എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്തോ പറ്റി, ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, ജെന്റൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയാ ധരിക്കുന്നത്, നിനക്കറിയത്തില്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്ക്. എന്നിട്ട് അവളും അവന്റെ കൂടെ ലൈൻ ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരു പാത്രമായിട്ട് വന്നേക്കും. ഇത് കണ്ട് അവനും പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞ് വെറുത്ത് പറയുമ്പോഴാണ് അവൾക്ക് ഇതൊക്കെ കേട്ട് കട്ട ദേഷ്യം വരും. എന്നാൽ ഇവന്റെ ഫ്രണ്ട് ക്യൂട്ട് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അതൊക്കെ സഹിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവരുടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ സ്റ്റെപ്പ് കെട്ടി ചീലിങ്ങിന്റെ കാല് നല്ലോണം നോവും. അങ്ങനെ ഇത് കണ്ട് അവൻ എന്തായാലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുമ്പോഴാണ് അവൾ ഒന്നില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ഒരു ഐഡിയ എത്തും, ഇവൾക്ക് വേദന എടുക്കുന്ന പറഞ്ഞെങ്കിൽ അവൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് അവളും പ്ലീസ് ഒന്ന് എഴുന്നേക്കാൻ ഹെൽപ്പ് ചെയ്ത് തരുമെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് അവന് മൈൻഡ് ചെയ്യാൻ തിരിഞ്ഞു പോകും. ഇതോടെ അവൾക്കും പെട്ടെന്ന് ബാലൻസ് പോയി ബാക്കിലോട്ട് വീഴുമ്പോഴാണ് ആ പാത്രത്തിൽ നിന്ന് ഇവളും തെന്നടിച്ച് അവിടുത്തെ ബോക്സ് ഇടിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഗൂ ഓടിച്ചെന്ന് അവളെ രക്ഷിക്കുന്നത്. ഇതോടെ അവളും പേടിച്ചിട്ട് ഗൂഷുൻ നിനക്കൊന്നും പറ്റില്ലല്ലോ, നീ ഓക്കെ അല്ലേ? ഇതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ഞാൻ ഓക്കെയാ, തൽക്കാലം ഇന്നത്തെ പ്രാക്ടീസ് ഇതോടെ മതിയെന്ന് തോന്നുന്നു, ഞാൻ പോവാ. ഇതിന് അവനും തിരിച്ച് വീട്ടിലേക്ക് പോകും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം സീനിയർ വന്നിട്ട് ഇവളുടെ വർക്ക് പൊളിയായിരുന്നു പറഞ്ഞ് അവളെ ചിയർ ചെയ്തിട്ട് പോകും. ഇത് കേട്ട് ഇവളെ സന്തോഷത്തിരിക്കുമ്പോഴാണ് മറ്റേ ചേച്ചിയും മിക്കവാറും മിസ്റ്റർ ജിയാങ് വന്ന് ഇവളെ കുറിച്ച് പൊക്കി പറയുന്ന പറയും. അപ്പോഴാണ് ജിയാങ് അവിടേക്ക് വന്ന് കട്ട ദേഷ്യത്തെ അവരുടെ വഴക്ക് പറയുന്നത്, എന്തോ നാട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ ഗെയിമിന് വേണ്ടിയുള്ള പ്രൊപ്പോസലൊക്കെ റെഡിയാക്ക്, സമയമില്ല നമുക്ക്. ഇതിന് അവന് ഫുൾ ടെൻഷനിൽ പോകുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ അവനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. മിസ്റ്റർ ജിയാങ്ങിന് എന്തോ പറ്റി, സാധാരണ എപ്പോഴും കൂളായിരിക്കുമല്ലോ, ഇപ്പൊ ഗൂവിനോട് കോമ്പറ്റീഷൻ വന്നതിന് ശേഷം ഇങ്ങനെ ഇത്രയ്ക്ക് ടെൻഷനായ. ഇതിന് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജിയാങ്ങിന്റെ അസിസ്റ്റന്റും അവന്റെ അടുത്ത് വഴക്കെട്ടിട്ട് പുറത്തേക്ക് വരും. എടാ ടീം ലീഡറെ, അങ്ങേര് വെറുതെ എന്നെ വഴക്ക് പറയുന്നു, നമ്മുടെ ഗെയിം എളുപ്പത്തിൽ പാസ്സാണെങ്കിൽ അതിനാകുള്ള വഴി ഗൂവിന്റെ ഗെയിം പൊട്ടിപ്പോണം, അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ആക്കുന്നേക്കാളും അവന്റെ ആദ്യം കൊളവാക്കും. എന്നിട്ട് ഇവന് തന്നെ സംസാരിച്ചിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് ലീഡറും ഇവൻ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞ് അവനൊന്നും മനസ്സിലാവാതിരിക്കും. അതേസമയം ഇവിടെ ഗൂവിനോട് അവന്റെ കൂട്ടുകാരനും ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവനൊരു സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് ഗൂവിനോട് കെഞ്ചിക്കൊണ്ടിരിക്കും. എടാ നീ പറയുന്ന ഓരോ ജോലിയൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ടുപോയ, ഞാനൊരു മനുഷ്യനാടാ, നീ എല്ലാ ജോലി എന്റെ തല ഏൽപ്പിച്ച അങ്ങനെ, എനിക്കൊരു സെക്രട്ടറി വേണം. ഏതിന് ഇവനും ചോദിച്ചോടെ ഗൂ ആലോചിച്ച് നോക്കിയിട്ട് ശരിയെന്നാ നിനക്ക് സെക്രട്ടറി അല്ലേ വേണ്ട, എങ്കിൽ പിന്നെ കുറച്ചൊരു ഇന്റർവ്യൂക്ക് എടുത്ത് നീ അത് ആരെങ്കിലും സെലക്ട് ചെയ്തോ. ഏതിനെ ഗൂവും പെർമിഷൻ തന്നോടെ അവന് സന്തോഷത്തിലാകും. അതിനുശേഷം ഓരോരുത്തരും വിളിച്ച് ഇവൻ ഇന്റർവ്യൂ ചെയ്ത് നോക്കുമ്പോഴാണ് അവിടെ വന്നേക്കുന്ന ആരും ഇവൻ ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇവൻ കുറെ ജോലി അവരുടെ തല ഏൽപ്പിക്കുന്നു പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂക്ക് വരുന്ന ആരും അതിന് മാത്രം സമ്മതിക്കത്തില്ല. ഇതിലും ഒരുത്തൻ അവിടേക്ക് വന്ന് ഇത് ബോസിനുള്ള ഇന്റർവ്യൂ എല്ലാം ചോദിക്കുമ്പോഴാണ് ഇവന് കലി വന്നിട്ട്, ബോസോ, ഞാൻ തന്നെ ബോസ് അല്ല, നിനക്ക് ഈ ഇന്റർവ്യൂ ബോസാണ് ഇവിടത്തെ. ഏതിന് അവന് ഇന്റർവ്യൂ മൊത്തത്തിൽ ഫ്ലോപ്പ് ആയി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. അപ്പോഴാണ് അവിടെ ഒരു പെങ്കൊച്ചു മാത്രം അവസാനമായിട്ട് ഇന്റർവ്യൂക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവൻ വരുന്നിട്ട് അവളും ചോദിക്കും, അത് പിന്നെ ഇന്റർവ്യൂ നല്ല ടഫായിരുന്നോ, മിസ്റ്റർ ജൂനാൻ എങ്ങനെ, കുറെ ക്വസ്റ്റ്യൻ ചോദിക്കോ. ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും മിസ്റ്റർ ജൂനാൻ ഒരു കൊരങ്ങന, അവൻ നമ്മൾ ജോലിക്ക് എടുത്ത കുറെ ജോലി ചെയ്യിപ്പിക്കുമെന്ന്, പോരാതെ അവന് മനസാക്ഷിയൊന്നുമില്ല. ഏതിന് ഇവനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ച് നോക്കുമ്പോഴാണ് അവൾ അതെല്ലാം കേട്ടിട്ട്, അയ്യോ ഒരു സെക്രട്ടറി ജോലിയല്ലേ ഇതൊക്കെ, എന്തായാലും നമ്മൾ വീട്ടിലുള്ള പോലെ ഫ്രീ ആയിട്ട് നടക്കണമെന്ന് വിചാരിക്കണ്ട, നമ്മുടെ ബോസ് തരുന്ന ജോലിയൊക്കെ നമ്മളെ ചെയ്യണ്ട. എന്നിന് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇവൻ ഇവളെ കുറെ ഇഷ്ടപ്പെടും. അതോടെ അവളെ അടുത്തേക്ക് ഇരുത്തി വിളിച്ചിട്ട് ഇന്റർവ്യൂക്കുള്ള ടിപ്സ് ഒക്കെ പറയാൻ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും വന്നിട്ട്, പിന്നെ ജൂനാൻ ഇനി രണ്ടുപേരും കൂടെ ഇന്റർവ്യൂ വരാനുണ്ട്, അവരുടെ ഫയൽസ് ഒക്കെ നിന്നെ കഴിച്ചിട്ടേക്കാം. ഏതിനാ സ്റ്റാഫും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് ഇവള് ഷോക്കാവും. അപ്പൊ നിങ്ങളായിരുന്നു ബോസ് എന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവനും ചിരിച്ചിട്ട്, നിന്റെ പേര് ചെയ്യല്ലേ, നീ നാളെ തൊട്ട് ജോലിക്കോ, എനിക്ക് ഇതിന്റെ സംസാര രീതി ഇഷ്ടപ്പെട്ട്. ഏതിന് അവനും പറഞ്ഞോടെ അവളും അതേ സന്തോഷത്തിലാകും. അതിനുശേഷം അവൻ ഇവരുടെ പ്രോജക്റ്റിനെ കുറിച്ച് ഗോവിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ജിയാങ്ങിന്റെ അസിസ്റ്റന്റും സൈഡിൽ നിന്ന് ഒളിഞ്ഞു വെക്കും. അപ്പോഴാണ് ഇവൻ നോക്കുന്നുണ്ട് അവൻ അടുത്തേക്ക് വന്നിട്ട്, ജൂനാൻ നീ ഇവിടെ ഡ്രിങ്ക് ചെയ്യാൻ വന്നതാണോ. ഏതിന് അവന് ചുമ്മാ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ഇവന് വേണം നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യാന്ന് പറയും. അപ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. കാരണം ഇവരുടെ ഗെയിമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് അവൻ ഇവ സംസാരിക്കുന്നതിൽ ഒട്ടി കേട്ടത്. അപ്പോഴാണ് അവിടേക്ക് ഗോവും വന്നിട്ട്, എടാ ലവൻ എന്ന് നിന്നോടും സംസാരിച്ച ആ ജിയാങ്ങിന്റെ അസിസ്റ്റന്റ് അല്ലേ അത്. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും, അതൊന്നും ഇല്ലടാ, അവൻ ചുമ്മാ ഡ്രിങ്ക് ചെയ്യാൻ വന്നതാന്ന് തോന്നുന്നു, കുറെ സമയമായിട്ട് ഇവിടെ നിപ്പുണ്ടായിരുന്നു, ഇപ്പോഴാ പോയ. ഏതിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഗൂവിന് സംശയം വന്നിട്ട്, എടാ മണ്ട, അപ്പൊ അവൻ നീ സംസാരിച്ചെല്ലാം കേട്ട്. ഏതിന് ഇവർ രണ്ടുപേരും കൂടെ ടെൻഷനാകും. കാരണം ഇവരുടെ ഗെയിമിന്റെ ടെസ്റ്റ് നടക്കുന്നത് നാളെയാണ്. അങ്ങനെ ഇവര് പ്രസന്റേഷനുള്ള പ്ലാനൊക്കെയാണ് ഇപ്പൊ മറ്റവൻ കേട്ടിട്ട് പോയത്. അതിനുശേഷം അടുത്ത ദിവസം അവരുടെ ഗെയിമിന്റെ പ്രസന്റേഷൻ നടക്കുമ്പോഴാണ് ഗൂ എന്തൊക്കെയാണോ പറയണമെന്ന് വിചാരിച്ച അതെല്ലാം ഇവര് പ്രസന്റ് ചെയ്യും. കാരണം ഇന്നലെ കൂട്ടുകാരെ സംസാരിച്ചാൽ ഒളിഞ്ഞു കേട്ടതുണ്ട്. അതോടെ അടുത്തതായിട്ട് അവരും ഗൂവിനെ വിളിക്കുമ്പോഴാണ് അവൻ ഇന്നലെ തന്നെ ഇവരെല്ലാം കേട്ടതുണ്ട് വേറൊരു പുതിയ പ്ലാൻ നടത്തി കാണും. അങ്ങനെ അവൻ ചീലിംഗ് ആയിട്ട് ഗെയിം കളിക്കുമ്പോഴൊക്കെ അവള് ഗെയിമിനെ കുറിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാണ്. അങ്ങനെ അതൊക്കെ ഇല്ലാത്തൊരു ഗെയിമായിട്ടാണ് ഇവനിപ്പോ റെഡിയാക്കിയത്. അങ്ങനെ അവന്റെ ആ പുതിയ പ്രസന്റേഷൻ ഇവരോടൊക്കെ പറയുമ്പോഴാണ് ഇത് കേട്ട ബോർഡ് മെമ്പേഴ്സും ഗൂവിനെ അപ്പോയിന്റ് ചെയ്ത ആ ലേഡിയും കൂടെ മൊത്തത്തിൽ ഇംപ്രസ് ആകും. അതിനെ ശിവരണ്ടിനും പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരൊക്കെ ആരുടെ ഗെയിം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവരും ഡിസ്കസ്
ചെയ്തിട്ട് വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് ഗൂനെയാണ്. ഇതോടെ അവന്മാര് സന്തോഷത്തിരിക്കുമ്പോഴാണ് ജിയാങ്ങിനെ കട്ടക്കരിപ്പായി അവൻ അവിടെ നിന്ന് പോകും. അപ്പരാണ് ഗൂവും മറ്റേ സീനനെ കണ്ടിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റ് ആയിട്ട് വരാൻ ചോദിക്കുമ്പോഴാണ് അവൻ ഓക്കെ പറയും. അപ്പരാണ് ജിയാങ് ഇത് കണ്ടിട്ട് അപ്പൊ ഇവർ തമ്മിലൊക്കെ ഡീൽ ഉണ്ടായിരുന്നെന്ന് അവനെ കട്ടക്കരിപ്പി റൂമിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പരാണ് സീനിയർ അവിടേക്ക് വന്നിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിസൈൻ ആകാൻ പോകുമെന്ന് പറയും. ഇതോടെ ജിയാങ് ദേഷ്യത്തി നിനക്ക് ആ ഗൂവിനോട് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടോ അവന്റെ ഗെയിം വിജയിക്കുമെന്ന്? അപ്പൊ ഇത്രയും വർഷം നമ്മുടെ ഗെയിമിന് നീ കഷ്ടപ്പെട്ടയൊക്കെ മറന്നിട്ട് പോകാൻ പോവാണോ എന്നിന് ഇവന് കലിപ്പിച്ച് ചോദിക്കുമ്പോഴാണ് ഇതെല്ലാം കേട്ട് വാനും അവന് പണ്ട് തൊട്ടേ ഗൂ റെഡിയാക്കുന്ന ഗെയിമിനോട് താല്പര്യം എന്ന് അവന്റെ ഡ്രീമിനെ കുറിച്ചൊക്കെ പറയും. ഇത് കേട്ട് ജിയാങ്ങിനെ ഒന്നും ഇഷ്ടപ്പെടാതെ നിനക്കൊക്കെ പെട്ടാലും മനസ്സിലാത്തുള്ളൂ പറഞ്ഞ് അവൻ ഇവനെ പറഞ്ഞേക്കും. അതിനുശേഷം ഇപ്പൊ ഗൂവിന്റെ ഗെയിം സെറ്റ് ആയതുകൊണ്ട് ജിയാങ്ങിനെ പോലെ തന്നെ ഇവന് റൂം എടുത്തേക്കും. അങ്ങനെ അവരെല്ലാരും കൂടെ വെയർ ഹൗസിൽ ഇരുന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ആകുമ്പോഴാണ് ഇതെല്ലാം കണ്ട് ബാക്കിയെല്ലാരും ഗൂവിനെ കുറിച്ച് പൊക്കി സംസാരിച്ചുകൊണ്ടിരിക്കും. ആ വന്ന ഒരു മാസത്തെ തന്നെ അവന്റെ പ്രോജക്റ്റ് സക്സസ് ആയി മിസ്റ്റർ ജിയാങ്ങിന്റെ അടുത്ത് തന്നെ ഷിഫ്റ്റ് ആയെന്ന്. അങ്ങനെ ഇതൊക്കെ കണ്ട് ജിയാങ് സഹിക്കാൻ പറ്റാ ജലസായി നിൽക്കുമ്പോഴാണ് ഇനി തൊട്ട് നമ്മളൊക്കെ നെയ്ബേഴ്സ് ആണ് ഇവരും കളിയാക്കിയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ റൂമിൽ അടുക്കി വെച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവരെല്ലാം കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോയി ഫുഡ് കഴിക്കാന്ന് പ്ലാൻ ചെയ്യുമ്പോഴാണ് കൂട്ടാൻ ഞാൻ വരുന്നില്ലെന്ന് പറയും. കാരണം അവന് വേണ്ടി അപ്പോയിന്റ് ചെയ്തേക്കുന്ന സെക്രട്ടറിയെ അവൻ ആദ്യത്തെ ദിവസം തന്നെ ഒറ്റയ്ക്കാക്കി വെറുതെ കഷ്ടപ്പെടുത്തണ്ടെന്ന് അവൻ വിചാരിക്കും. ഇതൊക്കെ കേട്ട് ഗൂ സന്തോഷത്തി അവൻ ബാക്കിയുള്ളവരായിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവൻ അപ്പോയിന്റ് ചെയ്ത സെക്രട്ടറി ഇപ്പൊ എന്ത് പണിയായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ പോയി നോക്കുമ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് ഇവളെ കണ്ടിട്ട് പുറത്ത് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വരുന്നതെന്ന് ചോദിക്കും. ഇതോടെ ഇവളും കുറച്ച് ടെൻഷനായി. ഇല്ല എനിക്ക് കുറച്ച് വർക്കുണ്ട് ഏതിന് അവള് മറ്റുള്ളവരെ കണ്ട് കുറച്ച് പേടിച്ചെന്നെ ഇരിക്കും. ഇതൊക്കെ കണ്ട് ഇവനൊന്നും മനസ്സിലാവാതെ ഇവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് അവൻ ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ ഗൂവും കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വരുമ്പോഴാണ് അതേ സ്ഥലത്താണ് ചീലിങ് അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരായിട്ട് കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇവൻ വരുന്നുണ്ട് മറ്റേ ചേച്ചിയും അവരും കൂടെ ഇവിടെ എടുത്ത് കഴിപ്പിക്കും. അതിനുശേഷം ഇവരെല്ലാം ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് ഗൂ അവൾ അടുത്തിരിക്കുന്ന പോലെ മൈൻഡ് ചെയ്യാതെ ഡഫ്റ്റിസ്റ്റിന് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞ് അവൻ ഓൺലൈനിൽ പോകും. ഡഫ്റ്റിസ്റ്റ് നീ ഇപ്പൊ എന്തോ ചെയ്യുന്ന ഏതിന് ഇവന് മെസ്സേജ് അയക്കുമ്പോഴാണ് ഇവളുടെ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട്. അവളുടെ അടുത്ത് വായിച്ചു നോക്കും. ഓ ഞാനിവിടെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ട് പുറത്ത് ഫുഡ് അടിക്കാൻ വന്നേക്കുക ഏതിന് അവള് മെസ്സേജ് അയക്കുമ്പോഴാണ് ഗൂവിന് ചെറുതായിട്ട് ഡൗട്ട് വരും. ഇനി ഒരുപക്ഷെ ഇവളല്ലായിരിക്കോ ഡഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞ്. കാരണം ഡഫ്റ്റിസ്റ്റ് മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഇവള് മൊബൈലിൽ നോക്കി എന്തോ ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് അവനും നീ വൈനൊക്കെ കുടിക്കുമെന്ന് ഡഫ്റ്റിസ്റ്റിനോട് ചോദിക്കുമ്പോഴാണ് അവളും വൈൻ കണ്ടാ പിന്നെ അവിടെ നിന്ന് പോകത്തില്ലെന്ന് മെസ്സേജ് അയച്ചേക്കും. അപ്പോഴാണ് അതേസമയം മറ്റേ ചേച്ചിയും ചീലിങ്ങിന് വൈൻ എടുത്ത് കൊടുക്കുമ്പോൾ അവള് സന്തോഷത്തിൽ കുടിക്കാൻ പോകും. ഇതോടെ ഗൂവും പെട്ടെന്ന് ഷോക്കായി നിനക്ക് വൈൻ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നിന് ഇവള് ഡഫ്റ്റിസ്റ്റാന്ന് പറഞ്ഞ് അവനെ സന്തോഷിച്ച് ചോദിക്കുമ്പോഴാണ് അവളും പെട്ടെന്ന് ഇവനൊരു ഇതൊക്കെ ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞ് അവൾ ആക്ട് ചെയ്യും. ഓ ഗു ഞാൻ ജ്യൂസ് മാത്രമേ കുടിക്കത്തുള്ളൂ ഈ വൈൻ എന്തിനാ ഈ ചേച്ചി എനിക്കന്ന് എനിക്ക് വൈൻ ഏതാന്നോലും അറിയത്തില്ല ഏതിന് അവൾ ആക്ട് ചെയ്യുമ്പോൾ ഇവൻ അതൊക്കെ സഹിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം അവനും ഷൂട്ടിംഗ് ഗെയിംസ് കളിക്കാറുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് അവളൊരു സെക്കൻഡ് ഷോക്കായി പോകും. ഇവള് ഗെയിം കളിക്കുന്നതൊക്കെ അവൻ എങ്ങനെ അറിയാന്ന്. അതിനുശേഷം അവളും വെടിവെക്കുന്ന ഗെയിംസ് ഒക്കെ പറഞ്ഞ ഒരു ക്യൂട്ട് ഗേൾ ആയിട്ട് തോന്നത്തില്ലെന്ന് പറഞ്ഞ് അവളും പാചകം പോലത്തെ ഗെയിമേ കളിക്കത്തുള്ളെന്ന് അവനോട് കള്ളം പറയും. അതിനുശേഷം അവനും വെറുതെ സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പനാണ് ഇത് കണ്ട് അവളും പെട്ടെന്ന് എഴുന്നേറ്റ് ഞാനും പോകാന്ന് പറഞ്ഞിട്ട് അവന്റെ പുറകെ പോകും. ഗുഷുൻ നീ ഹോസ്റ്റലിലേക്കാണോ പോകുന്നത് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ കാരണം ഇത്രയും ലേറ്റ് ആയില്ലേ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നിനക്ക് പറ്റത്തില്ലെങ്കിൽ പറ ഞാൻ ട്രെയിൻ പിടിച്ച് പോയിക്കോളാം. ഏതിന് ഇവളും പറയുമ്പോൾ തന്നെ ഈ സമയത്ത് ട്രെയിനൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടാക്കാന്ന് പറയും. അതിനുശേഷം അവളും കാറി ഇരുന്നോണ്ട് അവനോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോഴാണ് എന്തോ പറയുന്നറിയാതെ അവളും സുഖമാണെന്ന് ചോദിക്കും. ഇതോടെ അവനും ദേഷ്യം വന്നിട്ട് ഒന്ന് മിണ്ടായിരിക്കാവോ നിനക്ക് പറയാൻ ഒന്നില്ലെങ്കിൽ ജസ്റ്റ് കീപ് ക്വയറ്റ് എന്നിന് അവൻ പറഞ്ഞിട്ട് ഇവളും സൈലന്റ് ആയിട്ട് വരുമ്പോഴാണ് ഇവര് സിഗ്നലിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് അവളും ഇവന്റെ ഫ്രണ്ട് ഷോ കാണിക്കണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് മാറും. ഗൂഷുൻ പാവം ആ അപ്പൂപ്പൻ കുറെ കഷ്ടപ്പെടുന്നു നീ ഡോർ ഒന്ന് അൺലോക്ക് ചെയ്ത് തരാമോ ഞാൻ പോയി ഹെൽപ്പ് ചെയ്തിട്ട് തരാം. ഏതിന് ഇവളും ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത് നീ ആദ്യമേ ഡോർ അൺലോക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ തുറന്നേനെ നീ സംസാരിക്കുന്ന സമയം കൊണ്ട് അങ്ങേരെപ്പോഴും റോഡ് ക്രോസ് ചെയ്തു. ഏതിന് ഇവനും പറഞ്ഞോടെ അവൾ അങ്ങോട്ട് നോക്കിയിട്ട് ഈ കളവൻ ആരും അതിന് പോവാൻ പറഞ്ഞ. ഏതിന് ഇവളുടെ സ്വഭാവമൊക്കെ ഇടക്കേറി വരുമ്പോഴാണ് അവൻ ഇത് കേട്ട് സത്യത്തിൽ ഇവളുടെ തലയ്ക്കെല്ലാം പ്രശ്നമുണ്ടെന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനുശേഷം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ആയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.